ഗായ്സ്, വെൽക്കം ടു താടിയും പൊട്ടും ടോക്സ്. എന്തായാലും ഞാൻ കോഫി കുടിക്കാനായിട്ട് എടുത്തു. എങ്കിൽ പിന്നെ നിങ്ങളായിട്ട് ഈ കോഫി കഴിയും വരെ ചെറിയ കൊച്ചു വർത്താനൊക്കെ പറഞ്ഞിരിക്കാന്ന് വെച്ചിട്ട് ഇതാ വീണ്ടും ഞാൻ വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ താടിയും പൊട്ടും 2.0 ഒന്ന് ചേഞ്ച് ആക്കി താടിയും പൊട്ടും ടോക്സ് ആയിട്ടുണ്ട് കേട്ടോ. അറിയാം, അത് ചേഞ്ച് ആയത് കുറേ പേര് അറിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. ടോക്സ് ആണല്ലോ ഇതിൽ കൂടുതലുണ്ടാവുക, അതുകൊണ്ടാണ് അങ്ങനെ ആക്കിയത്. പിന്നെ നമ്മുടെ ഫസ്റ്റ് ടോക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. അത് കൈകാര്യം ചെയ്ത രീതിയും ടോപ്പിക്കും ആ ചാനലും ഒരു ഇതൊക്കെ നന്നായിരുന്നു എന്ന് പേഴ്സണലിയും കമൻറ്റിലും മെയിലിലും ഒക്കെ ഒരുപാട് പേര് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇന്ന് ഈ കോഫി കുടിക്കുമ്പോൾ ഞാൻ ഇന്ന് എന്താ സംസാരിക്കുക, എന്തായാലും വാലന്റൈൻസ് ഡേ ആണ് വരുന്നത്. എല്ലാവർക്കും അഡ്വാൻസ്ഡ് ഹാപ്പി വാലന്റൈൻസ് ഡേ. യെസ്. അപ്പോൾ പ്രണയം നല്ലൊരു വികാരമാണ് അല്ലേ? എല്ലാവർക്കും ഇഷ്ടമാണ്. പ്രണയിക്കാൻ ഇഷ്ടമില്ലാത്തവരൊക്കെ ഉണ്ടാവേ ഇല്ല. പ്രണയം എന്ന് പറയുമ്പോൾ എന്താ പറയുക, നമ്മുടെ മനസ്സിലൊക്കെ ഇങ്ങനെ ഐസ് ഇറങ്ങണ പോലെ ഭയങ്കര സന്തോഷമായിട്ട് ഭയങ്കര നമ്മൾ എനർജറ്റിക് ആയിരിക്കും. എപ്പോഴും നമ്മൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും. പ്രണയിച്ചവർക്ക് അറിയാം, പ്രണയിച്ച് നഷ്ടം വന്നവരുണ്ടാവാം, പ്രണയിച്ച് ജീവിതത്തിൽ നേട്ടം വന്നവരുണ്ടാവാം, പ്രണയിച്ചവർ തന്നെ കല്യാണം കഴിച്ചവരുണ്ടാവാം, പ്രണയിച്ചവരെ ഒരുമിച്ച് പോവാതെ ആവാൻ പറ്റാത്തവരായിട്ടുണ്ടാവാം. എങ്ങനെയായാലും പ്രണയം ഒരുപാട് ഇഷ്ടപ്പെടുന്നവരുണ്ടാവാം. എന്തായാലും പ്രണയം എന്ന് പറയുന്ന ഒരു വികാരം വൺ ഓഫ് ദ ബെസ്റ്റ് ഫീൽ തന്നെയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പ്രണയം അത് നമുക്ക് എന്തിനോട് വേണമെങ്കിലാവാം. മനുഷ്യന്മാരോട് മാത്രമല്ല, ഒരു പൂവിനോടാവാം, മഴയോടാവാം, മലയോടാവാം, പുഴയോടാവാം, ഒരു പാട്ടിനോടാവാം, പിന്നെന്താ പറയുക, വ്യക്തിയോടാവാം. ഓഫ് കോഴ്സ് അങ്ങനെ 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 നമുക്ക് പ്രിയമുള്ളതായി എന്താണോ അതാണ് ആ പ്രിയപ്പെട്ടതാകുന്നത്. കുറച്ചുകൂടി അടുത്ത് പ്രിയപ്പെട്ടതാകുമ്പോൾ അത് പ്രണയമായി മാറും. അതെന്തിനോടാണെങ്കിലും. എന്തായാലും പ്രണയത്തെക്കുറിച്ച് ഒരുപാട് എഴുത്തുകാരും കവികളും ഫിലിമുകളും സോങ്ങുകളും എല്ലാ ഭാഷയിലും പ്രണയം എന്ന് പറയുന്ന ഒരു വികാരത്തിന് എന്താ പറയുക, വേർഡ്സ് തന്നെ ഇല്ല. നമുക്കതിനെപ്പറ്റി പറഞ്ഞ് ഒരു ഡെഫിനിഷനിൽ ഒതുക്കാൻ പറ്റണ ഒരു സംഭവമേ അല്ല. കറക്റ്റല്ലേ? അതെ, പലതരം പ്രണയങ്ങളുണ്ട്. വളരെ സിൻസിയറായിട്ട് ഒരാളോട് ഇഷ്ടം തോന്നുന്നത്, വളരെ സിൻസിയറായിട്ട് ആ തോന്നുന്ന ഇഷ്ടം എന്ന് പറയുന്നത്, ഒരു ഇഷ്ടം തോന്നിക്കഴിഞ്ഞ് അത് പതുക്കെ പതുക്കെ ആ ഇഷ്ടം കൂടി ആ ആളെ സ്വന്തമാക്കണമെന്ന് തോന്നി ജീവിതത്തിൽ വിവാഹം കഴിച്ച് ഒന്നിച്ച് ജീവിക്കണമെന്ന് തോന്നുന്ന വ്യക്തികൾ തമ്മിലുള്ള പ്രണയമാണ്. അങ്ങനെ തോന്നുന്ന പ്രണയങ്ങളുണ്ട്. വളരെ നല്ല രീതിയിലുള്ള കാഴ്ചപ്പാടിലുള്ള ഒരു റിലേഷനിൽ പോകുന്ന പ്രണയങ്ങൾ. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു 60% ഒക്കെ ആയിരിക്കും, ഞാൻ അത്ര ഇനി പറയുള്ളൂ, ഇന്നത്തെ ഈ 24 കാലഘട്ടത്തിൽ അതുപോലത്തെ പ്രണയങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. ബാക്കി 40% ആണ് സിൻസിയർ പ്രണയങ്ങൾ ഇന്നത്തെ കാലത്ത് ഉണ്ടാവുള്ളൂ. 60% ഒക്കെയാണ് അങ്ങനത്തെ സിൻസിയർ ആയിട്ടുള്ള പ്രണയം ഇന്നത്തെ കാലത്ത് ഉണ്ടാവുള്ളൂ. ബാക്കി 40% എനിക്ക് തോന്നുന്നു ഫേക്ക് ആയിരിക്കും. അതായത് ഇന്നൊരാളോട് പ്രണയം തോന്നിക്കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറൊരാളോട് പ്രണയം, വേറൊരാളെ കാണുമ്പോൾ പ്രണയം തോന്നുന്നു. അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞാൽ വേറൊരാളെ കാണുമ്പോൾ പ്രണയം തോന്നുന്നു. ദാറ്റ് മീൻസ് ആ ആൾക്ക് ആദ്യം കണ്ടാൽ തോന്നിയ പ്രണയം പ്രണയമല്ല, വെറും ഒരു ഇൻഫാക്ച്വേഷൻ ആയിരുന്നു എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. പ്രണയമായി തോന്നിക്കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലത് വർഷങ്ങളോളം കാലങ്ങളോളം അതണയാതെ ആ വ്യക്തിയെ മറക്കാതെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവും. ലൈഫിൽ എപ്പോഴും നമ്മൾ ആ വ്യക്തിയെ പറ്റി ഓർക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യും. അതാണ് റിയൽ പ്രണയം. അത് ഇന്നത്തെ കാലത്ത് ഒരു 40% ഒക്കെ കാണുള്ളൂ എന്ന് ഞാൻ വിചാരിക്കുന്നു. പണ്ടത്തെ കാലത്ത് എന്നൊക്കെ പറിച്ച് ഞാൻ 90s വളരെ പ്യുവറായിട്ടുള്ള പ്രണയങ്ങളാണ്. അത് അന്ന് ഈ വാട്സപ്പ്, യൂട്യൂബ് അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. നമ്മൾ ലവ് ലെറ്റേഴ്സ് കൊടുക്കലും കാണാൻ നേരിട്ട് ശ്രമിക്കലും എന്താ പറയുക, നമ്മുടെ ഒന്നിച്ചുള്ള ജീവിതത്തെ പറ്റിയുള്ള സ്വപ്നങ്ങൾ പങ്കിടലും കൂടുതൽ സംസാരിക്കല്, പുഴയുടെ പക്കത്ത്
അല്ലെങ്കിൽ എന്താ പറയുക വീടിനടുത്ത് അല്ലെങ്കിൽ അമ്പലത്തിലോ ചർച്ചിലോ അങ്ങനെയൊക്കെ നല്ല നല്ല തോട്ടുകളായിരിക്കും പ്രണയിക്കുന്നവരുടെ മനസ്സിൽ അന്തകാലത്ത് ഉണ്ടാവും. പക്ഷെ ഇന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ ഫുള്ള് ഫോൺ പ്രണയങ്ങളാണ്. എന്നെ സംബന്ധിച്ച് ഫോണിലുള്ള ഒരു റിലേഷൻസും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, പ്രണയം എന്ന് മാത്രമല്ല ഏത് റിലേഷൻസിലും ഞാൻ യാതൊരുവിധ ഒരു ഇമ്പോർട്ടൻസോ അല്ലെങ്കിൽ ഒരു ഇതോ ഞാൻ കൊടുക്കുന്നില്ല. എന്നെ സംബന്ധിച്ച് അതൊക്കെ ഫേക്ക് ആണെന്ന് കാണുന്ന ഒരാളാണ് ഞാൻ. ഇന്നത്തെ കാലത്ത് ഇപ്പോൾ വാട്സപ്പിൽ ഒരാൾ പ്രണയിച്ചുകൊണ്ട് ചാറ്റ് ചെയ്യുന്നു, അതേസമയം അയാൾ ഒരു 100 ആൾക്ക് അതേ ചാറ്റ് ചെയ്യുന്നുണ്ടാവും അല്ലേ, നമ്മളറിയുന്നില്ല. ഒരു വീഡിയോ കോൾ ചെയ്യുന്നു, ആ അതേ വ്യക്തി ഒരു 100 ആൾക്ക് വീഡിയോ കോൾ ചെയ്യുന്നുണ്ടാവും. കറക്റ്റല്ലേ? അപ്പം അതുകൊണ്ട് ഈ ഫോൺ പ്രണയങ്ങൾ കൂടി വരുമ്പോൾ ആ പ്രണയത്തിൻ്റെ ആ ഒരു ഡീപ്നെസ് കുറയാണ്. ഞാൻ 40% 60% കാര്യം പറയണം. 40% പേര് സിൻസിയർ ആയിട്ടുള്ളവർ ഇന്നത്തെ കാലത്തും വളരെ കുറവാണ് എന്നാണ് ഉദ്ദേശിച്ചത്. ഈ ഫോൺ പ്രണയങ്ങൾ ചെന്നെത്തുമ്പോൾ അവർ നേരിട്ട് കാണാതെ പ്രണയിക്കുന്നു, ഫേസ്ബുക്ക് വഴിയും അല്ലെങ്കിൽ ഈ ഇൻസ്റ്റ വഴിയൊക്കെ പ്രണയിച്ച് പിന്നീട് അവർ നേരിട്ട് കണ്ട് അവരുടെ ലൈഫിൽ ഒന്നായി തീരുമ്പോൾ അവർക്ക് ഒത്തുപോകാൻ പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങളും സംസാരങ്ങളും അവർ എക്സ്പെക്ട് ചെയ്ത പോലെ ആവണമെന്നില്ല. ഫോണിലൂടെയുള്ള ആ കുറച്ച് ആൽഫബറ്റ്സിലുള്ള ബന്ധമോ വോയിസിലുള്ള ഒരു ബന്ധമോ വീഡിയോ കോളിൽ ജസ്റ്റ് കണ്ടുള്ള ഒരു സംസാര കാര്യങ്ങളിൽ നിന്ന് ഒരാളുടെ ക്യാരക്ടർ ഒരിക്കലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. ഡയറക്റ്റ് ആ ആളുടെ ക്യാരക്ടർ എങ്ങനെയാണ് എന്ന് ഫേക്ക് അല്ലാത്ത രീതിയിൽ ഒരാൾ എങ്ങനെ പെരുമാറുന്നു എന്നതനുസരിച്ചിരിക്കും യഥാർത്ഥത്തിൽ അയാളുടെ ക്യാരക്ടർ. പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്, നിങ്ങൾ ദയവ് ചെയ്ത് പ്രേമിക്കുന്നവർ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾ എന്താണോ, നിങ്ങളുടെ ക്യാരക്ടർ എന്താണോ, നിങ്ങളുടെ ലൈഫ് എന്താണോ, നിങ്ങളുടെ ഫാമിലി എന്താണോ, ഇത് നിങ്ങൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന, നിങ്ങൾ പ്രണയിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളെ പ്രണയിക്കുന്നവരോട് തുറന്ന് ഫേക്ക് അല്ലാതെ ഓപ്പൺ ആയിട്ട് പറയണം. എന്താ പറയുക, അയാളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ സ്നേഹം കിട്ടാൻ വേണ്ടി ഞാൻ ഇങ്ങനത്തെ ക്യാരക്ടറാണ്, ഞാൻ അങ്ങനത്തെ ക്യാരക്ടറാണ്, ഞാൻ വളരെ നല്ലതാണ്, വളരെ നല്ലവനാണ്, അല്ലെങ്കിൽ ഇങ്ങനെയാണ് അങ്ങനെയായിരിക്കും ഭാവിയിൽ എന്നൊന്നും ഒരിക്കലും പറയരുത്. അതൊരിക്കലും സക്സസ് ആവില്ല. അങ്ങനെ പറഞ്ഞു കിട്ടുന്ന നേടുന്ന പ്രേമങ്ങളിലൊക്കെ വിഷമിക്കേണ്ടി വരും പിന്നീട്. നമ്മൾ എന്താണോ എന്നുള്ള ക്യാരക്ടർ, ഇങ്ങനെയാണ് നമ്മുടെ ക്യാരക്ടർ, ഇന്ന പോലെയാണ് നമ്മുടെ ഡ്രീം, നിങ്ങളുടെ ക്യാരക്ടർ നമ്മുടെ ക്യാരക്ടർ ചേർന്ന് പോവില്ല. അല്ലെങ്കിൽ ചിലപ്പോൾ അയ്യോ ഈ ക്യാരക്ടർ എൻ്റെ ക്യാരക്ടർ ആഗ്രഹിച്ചത് ഇങ്ങനെയാണ്, അങ്ങനെയൊക്കെ അപ്പോഴാണ് നിങ്ങൾക്ക് ശരിക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുക. പ്രണയിക്കുന്ന സമയത്ത് ഏതു നേരം ഫോൺ വിളിച്ച് സംസാരിക്കുക, കാണാതിരിക്കാൻ പറ്റാതാവുക, ഏതു നേരം വീഡിയോ കോൾ ചെയ്ത് സംസാരിക്കുക, നമുക്ക് എപ്പോഴും കാണാൻ തോന്നുക, നമ്മൾ എന്താ ചെയ്യണേന്ന് അറിയാൻ ശ്രമിക്കുക, നമ്മൾ എവിടെ പോയി, നമ്മളുടെ ബ്ലൂടിക്ക് നമ്മുടെ കണ്ടില്ലെങ്കിൽ അയ്യോ എന്താ പറ്റിയാവോ, അതിനു വേണ്ടി വെയിറ്റ് ചെയ്യുക. നമ്മളൊരു കോൾ, ഒരു മിസ് കോളിന്, ഒരു മെസ്സേജിന് അല്ലെങ്കിൽ ഒരു വീഡിയോ കോളിന്, ഇതിനൊക്കെ പ്രണയിക്കുന്ന കാലത്ത് എന്താ പറയാ, പ്രണയിച്ചവർക്കും അല്ലെങ്കിൽ കേട്ടറിവുള്ളവർക്കും ഒക്കെ അറിയായിരിക്കും. ഭയങ്കര ഒരു കാത്തിരിപ്പായിരിക്കും. നമ്മൾ കാണാമെന്ന് പറയുന്നതിനേക്കാൾ 1 മണിക്കൂർ മുന്നൊക്കെ വന്ന് ചിലപ്പോൾ വളരെ ജീവിതത്തിലെ ഫങ്ക്ഷനാലിറ്റി ഇല്ലാത്ത ആൾക്കാർ ഇക്കാര്യത്തിലൊക്കെ ഫങ്ക്ഷനാലിറ്റി ഭയങ്കരമായിരിക്കും. പിന്നെ എന്താ പറയുക, 10ന്റെ പൈസ ചിലവാക്കാത്ത ആൾക്കാർ അവരുടെ ഈ പ്രണയിക്കുന്നവർക്ക് വേണ്ടി ഒരുപാട് പൈസ ചിലവാക്കുന്ന ചെക്കന്മാർ പലരും ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇന്ന് ഒരുപാട് ന്യൂസൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പ്രണയിച്ച് ആ പെൺകുട്ടികൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുത്ത് അവസാനം അവർ വേറൊരാളുടെ കൂടെ പോവും. അവരുടെ പ്രണയം കാണുമ്പോൾ ഇവനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഒരു പ്രണയം അല്ലെങ്കിൽ വേറെ ഒരു കുറച്ചും കൂടി ഈ ഇവൻ്റെ കയ്യിൽ നിന്ന് മേടിക്കാവുന്നതെല്ലാം മേടിച്ച് കഴിഞ്ഞ് വേറൊരു പ്രണയത്തിലേക്ക് പോവുക. അപ്പം അതായത് ഈ കാണിച്ച പ്രണയമല്ല, ഒരു പക്ഷേ ആ പയ്യൻ നല്ല സിൻസിയറായിട്ട് സ്നേഹിച്ചിരുന്നു, അവന് അവളില്ലാതെ പറ്റുന്നില്ല. അങ്ങനെ ഈ മിഥുൻ, അനൂപ് അതൊക്കെ നമ്മൾ കണ്ട കേസായിരിക്കും. നമ്മുടെ ഗ്രീഷ്മ കേസിലത്തെ ഷാരോൺ, അവരെ പോലെയൊക്കെ ഉള്ളവർ, അവർക്ക് താങ്ങാൻ പറ്റാതെ മറ്റേ അനൂപും ഇതിനൊക്കെ സൂയിസൈഡ് ചെയ്തു. പക്ഷെ എനിക്ക് പറയാനുള്ളത്, പ്രണയത്തിന് വേണ്ടി ഒരാളും സൂയിസൈഡ് ചെയ്യാൻ പാടില്ല. ജീവിതത്തിൽ പ്രണയം അല്ലെങ്കിൽ വിവാഹം എന്നുള്ളതല്ല ജീവിതത്തിൻ്റെ ഒരു അവസാന വാക്ക്. അതിനും അപ്പുറം ജീവിതം ഒരുപാടുണ്ട്, ജീവിക്കാൻ, ആസ്വദിക്കാൻ, എൻജോയ് ചെയ്യാൻ. ഇതൊന്നല്ല ജീവിതം. ഇതൊക്കെ ജീവിതത്തിലെ ഓരോരോ പേജുകൾ, ചെറിയൊരു പേജ് മാത്രമാണ്. ഇതൊന്നില്ലെങ്കിലും
അല്ലെങ്കിൽ ഇതിലെന്തെങ്കിലും കോട്ടം തെറ്റിപ്പോയാൽ പോലും, ഒരു ബ്രേക്കപ്പ് ലൈഫിൽ ഉണ്ടായാൽ പോലും, അല്ലെങ്കിൽ 2 ബ്രേക്കപ്പോ 3 ബ്രേക്കപ്പോ എത്ര ബ്രേക്കപ്പുകൾ ഉണ്ടായാൽ പോലും അതുകൊണ്ടൊന്നും ഒരു ലൈഫ് തീരുന്നില്ല. പിന്നെയും നമ്മുടെ മുന്നിൽ നീണ്ടു നിവർന്ന് ദൈവം തമ്പുരാൻ തന്നിട്ടുള്ള ലൈഫ് കെടുക്കാണ്. ദയവ് ചെയ്ത് നിങ്ങൾ, എനിക്ക് തോന്നുന്നു ഇപ്പൊ ആൺകുട്ടികളാണ് കുറച്ചും കൂടിയും സിൻസിയറായിട്ട് സ്നേഹിക്കണേന്ന് തോന്നുന്നു. അവര് ഭയങ്കര ഡെസ്പാവുകയും അവർക്ക് താങ്ങാൻ പറ്റാതെ അവര് സൂയിസൈഡ് ചെയ്യുകയൊക്കെ ചെയ്യുന്നു. ചില ആൺകുട്ടികൾ വന്നിട്ട് പെൺകുട്ടികളെ അക്രമാസക്തരായിട്ട് എന്നാ എന്നെ നീ ചതിച്ചിഞ്ഞ് വേറെ ആളുടെ കൂടെ മുഖത്ത് ആസിഡ് ഒഴിക്കുക, വണ്ടി ഇടിച്ച് കൊല്ലുക, ഉപദ്രവിക്കുക, കൊലപ്പെടുത്തുക, അങ്ങനത്തെ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ചില പെൺകുട്ടികൾ ഒഴിവാക്കാൻ വേണ്ടി ഇതുപോലെ തിരിച്ച് കൊല്ലുന്നുണ്ട്, ഷാരോൺ കേസ് പോലൊക്കെ. പിന്നെ വേറൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു, അങ്ങനത്തെ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഞാൻ ചോദിക്കണേ, എന്തിന്? ജീവിതത്തിൽ പ്രണയം എന്ന് പറയുന്ന അത്രയും മനോഹരമായ ഒരു വികാരം നിങ്ങൾ പ്രണയിക്കുന്ന സമയത്ത് നമുക്ക് ചുറ്റും നമ്മളുടെ ഓരോ ദിവസം പെട്ടെന്ന് നേരം എടുക്കാൻ നമ്മൾ ആഗ്രഹിക്കും. പെട്ടെന്ന് നമ്മൾ വളരെ എനർജറ്റിക് ആവും. പ്രണയിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ തന്നെ ഹോർമോണുകൾ വളരെ പോസിറ്റീവായി പ്രവർത്തിക്കുന്നു എന്നാണ് പറയുന്നത്. നമ്മൾ ഭയങ്കരമായിട്ട് ഭംഗിയും കാര്യങ്ങളെല്ലാം ഉണ്ട്. എപ്പോഴും പ്രണയിച്ചുകൊണ്ടിരിക്കുന്ന, പ്രണയം മനസ്സിൽ കാത്തു സൂക്ഷിക്കുന്നവർ എപ്പോഴും അതുപോലെ ആയിരിക്കും. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ഒരു എനർജി, നമ്മൾ രാവിലെ നേരത്തെ എഴുന്നേൽക്കുന്നു, ഭയങ്കര പാട്ട്, ഭയങ്കര സന്തോഷം, ഹാപ്പിനെസ്, അതെല്ലാം നമ്മൾ ആ സമയത്ത് എൻജോയ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നീട് ആ ഒരു ലൈഫിൽ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവരായിട്ട് ബ്രേക്കപ്പ് ആയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പ്രണയം വേണ്ട, അവൻ വേണ്ട എനിക്ക്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ ജസ്റ്റ് തുറന്നത് പറഞ്ഞ് മനസ്സിലാക്കി ഓക്കെ ആയി വളരെ നല്ല ഗുഡ് റിലേഷനിൽ തിരിച്ചു പോകും. അങ്ങനെ പോകാവുന്ന ഒരു രീതിയിലുള്ള ഒരു പ്രണയബന്ധത്തിൽ മാത്രമേ നിങ്ങൾ അതുവരെ കൊണ്ടുപോയ പ്രണയത്തെ കൊണ്ടെത്തിക്കാൻ പാടുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കാം. പിന്നെ എനിക്ക് പറയാനുള്ളത്, എന്താ പറയാ, കുറേ ആളുകളുണ്ട് വൺ വേ പ്രണയം. ഇപ്പോൾ നമുക്കൊരാളോട് ഇഷ്ടമുണ്ട്, പക്ഷെ ആ ആൾക്ക് നമ്മളെ ഇഷ്ടമില്ല. ആൾക്ക് നമ്മളെ ഇഷ്ടമല്ല എന്ന് ആളുടെ വാക്കിൽ നിന്നോ സംസാരത്തിൽ നിന്നോ പെരുമാറ്റത്തിൽ നിന്നോ മനസ്സിലായി കഴിഞ്ഞാൽ തന്നെ, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ പ്രണയം പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്ക് നമ്മളെ താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ തന്നെ പിന്നെ ആ ആളുടെ വഴിക്ക് നമ്മൾ പോവാൻ നിൽക്കരുത്. നമ്മൾ നൈസായിട്ട് അവിടെ നിന്ന് മാറുക. അതായത് നമ്മൾ സ്നേഹിക്കുന്നവരെക്കാൾ നമ്മളെ സ്നേഹിക്കുന്നവരെ നമ്മൾ കൊണ്ടു നടക്കണം എന്നാണ് ആളുകൾ, വലിയ വലിയ ആളുകളൊക്കെ പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ നിർബന്ധിച്ച് ഒരാളെ അവരുടെ പ്രണയത്തിലേക്ക് അടുപ്പിച്ച് കഴിഞ്ഞാൽ കുറേ നാൾ കഴിഞ്ഞാൽ ആ പ്രണയം അല്ലെങ്കിൽ ആ ബന്ധം ഒരു ബന്ധനായി മാറും. നിങ്ങൾക്ക് അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതുപോലെ തന്നെ നിർബന്ധിച്ച് നമ്മളെ തിരിച്ച് സ്നേഹിക്കാൻ പറയാ, ഈ പ്രണയിക്കുന്ന ആൾക്ക് ഇഷ്ടമുള്ള പോലെ നമ്മൾ പെരുമാറണം, സംസാരിക്കണം. അവർ വിളിക്കുമ്പോഴൊക്കെ നമ്മൾ കോൾ എടുക്കണം. അവർ വിളിക്കുമ്പോഴൊക്കെ നമ്മൾ എന്താ പറയുക, ചാറ്റ് ചെയ്യണം. അവർ വിളിക്കുമ്പോഴൊക്കെ അവരാഗ്രഹിക്കുന്ന പോലെ നമ്മൾ അവരോട് സംസാരിക്കണം, പെരുമാറണം. അങ്ങനെ നമ്മൾക്ക് താല്പര്യമില്ലെങ്കിലും നമ്മളത് താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ടും നമ്മൾ അവരെ അവോയ്ഡ് ചെയ്തിട്ടും ഡിസ്റ്റർബൻസ് പോലെ പുറകെ നടന്ന് ശല്യപ്പെടുത്തി പാനിക്കാവുന്ന ചില ആളുകളുണ്ട്. വളരെ പാനിക്കായിട്ട് പെരുമാറുന്ന, എൻ്റെ ലൈഫിലും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. എന്താ പറയുക, വളരെ പാനിക്കായിട്ട് എത്രയും പറഞ്ഞ് മനസ്സിലാക്കിയാലും സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്യുകയും ആ പ്രോബ്ലംസ് ചെയ്യുന്ന ഒരുപാട് ആളുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നീ ഇല്ലാണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ അതാണ് ഇതാണ്. നമുക്കൊന്നും ഒരിക്കൽ പോലും ലൈഫ് അവരായിട്ട് സെറ്റ് ആവില്ല, അല്ലെങ്കിൽ അവരായിട്ടൊന്നും ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു സ്റ്റേജിലൊക്കെ ആവും നമ്മൾ നിൽക്കുന്നുണ്ടാവും. ആ സമയത്ത് അവരത് വേറെ ഏതൊരു ലോകത്ത് നമ്മൾ പോലും അറിയാതെ നമ്മൾ സ്നേഹിച്ച് മനസ്സിൽ കൊണ്ടു നടന്ന് എന്താ പറയാ, അവര് ചിലപ്പോൾ അവരുടെ കുറച്ച് ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സിൻ്റെ അടുത്ത് അവരുടെ ഇഷ്ടം ഇന്ന ആളെ ഇഷ്ടമാണെന്ന് അവര് പറഞ്ഞിട്ടുണ്ടാവും. അവർക്ക് മാത്രമേ അത് അറിയുള്ളൂ, നമ്മൾക്ക് അറിയുന്നുണ്ടാവില്ലേ. നമ്മൾ അറിയാതെ ആയിരിക്കും ഇതൊക്കെ സംഭവിക്കുന്നുണ്ടാവുക. നമ്മൾ അവരാഗ്രഹിക്കുന്ന പോലെ കോൾ എടുക്കാതെയും ഫോൺ വിളിക്കുമ്പോൾ എടുക്കാതെയും അല്ലെങ്കിൽ ചാറ്റ് ചെയ്യാനിരിക്കാതെ ഒക്കെ ഇരിക്കുമ്പോൾ അവർക്ക് നമ്മളോട് ചില ആളുകൾക്ക് ഈ പറയണ പോലെ വിഷമം അങ്ങനത്തെ കയറി സൂയിസൈഡ് ചെയ്യാൻ നോക്കുക, ഭീഷണിപ്പെടുത്തുക, സ്വന്തമായിട്ട് മരിക്കാൻ നോക്കുക, അങ്ങനെ സ്വന്തമായിട്ട് തന്നെ ഉപദ്രവിക്കുക. നമ്മൾ പുറത്ത് പോകുമ്പോൾ നമ്മളെ ഉപദ്രവിക്കുക, നമ്മളെ എന്താ പറയുക വഴുക്ക് പറയുക, നമ്മളെ അടിക്കുക, നമ്മളെ എന്താ പറയുക അങ്ങനെ ഉപദ്രവിക്കുക, റോഡിലൊക്കെ തടഞ്ഞു നിർത്തുക. വളരെ ഇതായിട്ട് കണ്ടു നിൽക്കുന്നവർക്ക് എന്താണെന്ന് മനസ്സിലാവില്ല.
ഈ പറയുന്ന നമുക്കും എന്താണ് ഇയാളെന്ത് ഇങ്ങനെ ഈ ചെക്കൻ എന്ത് ഇങ്ങനെ എന്ന് തോന്നി പോകും നമുക്ക്. ദയവ് ചെയ്ത് അങ്ങനെ ഒന്നും ചെയ്ത്. കാരണം ലോകത്ത് ഒരു പെണ്ണോ ഒരു ചെക്കനോ ഒന്നല്ല ലോകത്തുള്ളത്. ഒരു പ്രണയം ശരിക്കും പറഞ്ഞ ലോകത്ത് ഒരു പ്രണയം ശരിക്കും സക്സസ് ആവാൻ പാടില്ല. 1 2 3 എങ്ങനെ വേണമെങ്കിൽ ആ ഒരു ലൈഫിൽ നമ്മൾക്ക് ആ ഒരു കാലയളവിൽ അല്ലെങ്കിൽ ആ ഒരു റിലേഷൻസിൽ, അത് ഏത് റിലേഷനോ ആവട്ടെ, നമുക്ക് മനസ്സിലാവും ഈ റിലേഷനിൽ ഉണ്ടായിരുന്ന കുറവ് എന്താണ്, കൂടുതൽ എന്താണ്, ഏതാണ്, എങ്ങനെ വേണം, ഏത് രീതിയിലാണെന്നൊക്കെ ശരിക്കും. പിന്നെ ഈ പറയുന്ന ഈ ടീനേജിൽ വരുന്ന പ്രണയങ്ങൾക്കോ നിങ്ങൾക്കോ വലിയ ഇമ്പോർട്ടൻസ് ഒന്നും നമ്മൾ ശരിക്കും കൊടുക്കരുത്. എല്ലാവരുടെ കാര്യമില്ല പറഞ്ഞാൽ വളരെ ഉത്തരവാദിത്തത്തോടെ വളരെ സിൻസിയറായിട്ട് സ്നേഹിച്ച് ജീവിതത്തെ നല്ലൊരു കാഴ്ചപ്പാടുണ്ടായി സ്നേഹിച്ചു കഴിഞ്ഞ പെണ്ണിനെ എങ്ങനെ വിവാഹത്തും കഴിച്ച് ജീവിതത്തിൽ എങ്ങനെ കൊണ്ടുപോകണം, എങ്ങനെ നോക്കണം, എങ്ങനെ ഒരു ഫാമിലി ലൈഫ് കൊണ്ടുപോകണം എന്നൊക്കെ അറിയുന്ന കറക്റ്റ് തീരുമാനം എടുത്ത് പോകുന്ന പയ്യന്മാരും ഉണ്ട് കേട്ടോ, പെൺകുട്ടികളും ഉണ്ട്, ഇല്ല എന്നല്ല. പക്ഷെ എന്നാലും ഒരു ഐഡിയ ഇല്ലാതെ ഓടിപ്പടഞ്ഞ് കണ്ടു വാട്സാപ്പിലോ അല്ലെങ്കിൽ ഇൻസ്റ്റയിലോ ഫേസ്ബുക്കിലോ പരിചയപ്പെട്ട ഇന്ന് കണ്ട് നാളെ ഇറങ്ങിപ്പോയി കല്യാണം കഴിച്ചു അവരവരുടെ കാര്യങ്ങളും അവരുടെ ആഗ്രഹങ്ങളും ആ ഒരു സുഖം ഇത് കുറച്ച് നാളത്തെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ പറയുന്ന പെൺകുട്ടികളെ ഒഴിവാക്കി ഈ പറയുന്ന പയ്യന്മാരെ ഒഴിവാക്കി പെൺകുട്ടികൾ പോവാം. ഈ പെൺകുട്ടിയുടെ സ്വത്തോ സ്വർണ്ണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലോ പൈസകളോ ഒക്കെ കൈവശപ്പെടുത്തി ഈ പയ്യന്മാർ പോവാം. ഒന്നും പറ്റാതെ നിസ്സഹായരായിട്ട് ഒന്നും ചെയ്യാൻ പറ്റാതെ എന്താ പറയുക, ആ പെൺകുട്ടികൾ ഭയങ്കരമായിട്ട് ചൂഷണം ചെയ്യാം, കൊല ചെയ്യപ്പെടാം, സൂയിസൈഡ് ചെയ്യപ്പെടാം, അല്ലെങ്കിൽ മോശം ഒരു മേഖലയിലെല്ലാം ആ പെണ്ണിന് തിരിച്ചു പോകേണ്ടി വരും. അവരുടെ വീട്ടിൽ രണ്ടാമത് കയറ്റാതെ വരും. അവർക്ക് അവരുടെ വീട്ടുകാരെ ഫേസ് ചെയ്യാൻ പറ്റാതെ സൂയിസൈഡ് ചെയ്യണവരുണ്ടാവാം. ആൺകുട്ടികളെ സംബന്ധിച്ച് ഒരു ബന്ധത്തിൽ നിന്ന് മാറിക്കഴിഞ്ഞാലും ഇപ്പോൾ ഒരു റിലേഷൻ ഉണ്ടായി, അതിൽ ആൺകുട്ടിക്കും പെൺകുട്ടിയും ഒരുപോലെയാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. പക്ഷെ അതിൽ എന്താ പറയുക, ആ ആൺകുട്ടിക്ക് പെൺകുട്ടിയും അവർ ഒളിച്ചോടി പോയി അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞ് ആ പെൺകുട്ടി തിരിച്ചു വരുമ്പോൾ ഒരു വലിയൊരു തെറ്റ് ചെയ്തു അല്ലെങ്കിൽ എന്തോ സംഭവം പോലെയൊക്കെ ആളുകൾ അവളെ പറയുമ്പോൾ ഈ പറയുന്ന ആൺകുട്ടിക്ക് നേരെ ഇന്നത്തെ സമൂഹം ഇപ്പോൾ കുറേയൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് അവൻ ഒളിച്ചോടി പോയി എന്ന് ആരും പറയില്ല, അവൾ ഒളിച്ചോടി പോയി എന്ന് പറയാം. ആരുടെ കൂടെ പോയി? ഈ പറയുന്ന ആണിൻ്റെ കൂടെ അവള് പോയിണ്ടാവുക. പക്ഷെ അവള് പോയി എന്നുള്ള പറയണം, അവൻ പോയി എന്നൊന്നും ആരും അങ്ങനെ പറയുന്നത് കേട്ടിട്ടില്ല. കറക്റ്റല്ല. ഞാൻ പറയുന്ന പ്രണയത്തിൽ നമ്മൾക്ക് ഒരാളെ ഇഷ്ടം തോന്നി കഴിഞ്ഞാൽ അവരെ കൊണ്ടുപോയി നോക്കി നല്ല രീതിയിൽ ജീവിക്കാനുള്ള കഴിവും തൻ്റെടും ജോലിയും എല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഇതിലിറങ്ങി തിരിക്കാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ തമാശയ്ക്ക് പറയാം, ഞാൻ ഈ കോഴ്സ് പഠിക്കണ വരെ അല്ലെങ്കിൽ ഇത്രയും നാൾ വരെ ഞാൻ ഒരു തമാശയ്ക്ക് നമുക്ക് ജസ്റ്റ് ഒരു പ്രണയം പോലെ ഒരു കൊണ്ടു നടക്കാനായിട്ട് തമാശയ്ക്ക് സീരിയസ് ഒന്നും ആക്കണ്ട എന്നൊക്കെ പറഞ്ഞ് പ്രണയിക്കുന്ന ആളുകളുണ്ട് ഇന്നത്തെ കാലത്ത്. ജസ്റ്റ് കുറച്ച് നാൾ, 1 വർഷം 2 വർഷം 6 മാസം അങ്ങനെയൊക്കെ. ഈ പറയുന്ന പ്രണയങ്ങൾ അതിര് കടന്നാവുമ്പോൾ ഇന്നത്തെ കാലത്തെ ഏറ്റവും വലിയ പ്രശ്നങ്ങൾ അതൊക്കെയാണ്. കൂടുതൽ ഫ്രീഡം വീട്ടുകാർ കൊടുക്കുന്നുണ്ട്, എന്നാൽ ആ കൊടുക്കുന്ന ഫ്രീഡം മിസ്യൂസ് ചെയ്യുന്ന ഒരുപാട് പേര്. ഒരിക്കലും ആരുടെയും മുഖത്ത് നോക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു നമ്മൾ മുന്നു പ്രണയിച്ചവരുടെ മുഖത്ത് നോക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു റിലേഷനിലേക്ക് ആ ഒരു റിലേഷൻ പോകരുത്. അപ്പോൾ നമുക്ക് അവരുടെ മുഖത്ത് നോക്കാനോ അവരുടെ കണ്ട് മുഖത്ത് നോക്കി സംസാരിക്കാനോ നമുക്കൊരു ചമ്മലോ നാണക്കേടോ ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, ഞാൻ പ്രണയിച്ചിരുന്ന ഒരാളാണ്, അല്ലെങ്കിൽ എന്നെ പ്രണയിച്ചിരുന്ന ഒരാളാണ്, അല്ലെങ്കിൽ എനിക്കിഷ്ടമില്ലാഞ്ഞിട്ടും എന്നെ സ്നേഹിച്ചിരുന്ന ഒരാളാണ്, അതിനപ്പുറം ഒന്നുമില്ല എന്നൊരു ഇതുണ്ടാവും നമുക്ക്. അതിനപ്പുറം മറ്റെന്തെങ്കിലും ഒക്കെ ഉണ്ടാകുമ്പോഴാണ് അവർക്ക് നമുക്ക് അവരെ കാണുമ്പോൾ ചമ്മലോ അല്ലെങ്കിൽ അവർക്ക് നമ്മളെ കാണുമ്പോൾ ചമ്മലോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം അതെല്ലാം എല്ലാവരും ശ്രദ്ധിക്കുക. പിന്നെ പണ്ടത്തെ കാലത്തെ പ്രണയം എന്നൊക്കെ പറയുമ്പോൾ ഏത് പാട്ട് കണ്ടാലും എന്താ പറയുക, ഞങ്ങൾ എക്സ് ലവേഴ്സിനെ പറ്റി ഒരു വീഡിയോ ചെയ്തായിരുന്നു നമ്മുടെ താടിയും പൊട്ടും മെയിൻ ചാനലിൽ ഞാനും വെച്ചു. അതിൽ പറഞ്ഞാൽ ഏത് പാട്ട് കണ്ടാലും അതിൽ നായകൻ നമ്മൾ സ്നേഹിക്കുന്ന ആളാവും, ഏത് സിനിമ കണ്ടാലും അങ്ങനെയാവാം, അത് ഏത് ഭാഷയിലെ പാട്ടാണെങ്കിൽ ശരി, നമ്മുടെ നായകന് ഇഷ്ടമുള്ള ഡ്രസ്സിൻ്റെ കളർ സെലക്ട് ചെയ്യുക. അതുപോലെ എന്താ പറയുക, അവരോട് നമ്മൾ നമ്മുടെ മാച്ചിന് ഡ്രസ്സ് ഇടാൻ പറയുക, ലവ് ലെറ്റേഴ്സ് കൊടുക്കുക, വാലന്റൈൻസ് ഡേക്ക് വേണ്ടി കാത്തിരിക്കുക, ഒരു കാർഡ് കിട്ടാൻ, ഒരു റോസ് കിട്ടാൻ, ഒരു ചോക്ലേറ്റ് കിട്ടാൻ, പിന്നെന്താ പറയുക, ഒരു കോളിന് വേണ്ടി വെയിറ്റ് ചെയ്യുക, കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. ഇന്നത്തെ കാലത്തെന്ന് വെച്ചാൽ ഈ കൈയുടെ വിരൽ തുമ്പിൽ എല്ലാതും ഉണ്ട്. ഒരു ഇൻസ്റ്റ, ഒരു ഫേസ്ബുക്ക്, ഒരു മറ്റേ എന്താ വീഡിയോ കോൾ എല്ലാത്തിലും തുമ്പിലുള്ളതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു അന്നത്തെയൊക്കെ അത്ര
അത്രയും ഒരു വാല്യൂ ഇന്ന് പ്രണയങ്ങൾക്ക് ഇല്ല. കാരണം ഇതേ ഒരു ഫോൺ എടുത്തിട്ട് ഒരാള് ഒരു കോഫി കൂടി ഇരിക്കട്ടെ, എനിക്കിങ്ങനെ വിത്ത് ആക്ഷനിൽ വേണം. അതിലുണ്ട് കോഫി കഴിഞ്ഞിട്ടില്ല, ആ കോഫി കഴിയുമ്പോൾ ഞാൻ എന്തായാലും നിർത്തും. എൻ്റെ കോഫി കുടിച്ച് കഴിഞ്ഞാൽ വരെ ഒരു സംസാരം ദാറ്റ്സ് ഓൾ. അപ്പോൾ ഇപ്പോൾ ഒരു ഫോൺ എടുത്തു, അതിൽ പല പല പേരുകൾ സേവ് ചെയ്തിട്ടുണ്ടാവും. ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്ക് ഇപ്പോൾ ഇവിടുന്ന് ഒരാൾ കമൻറ്റ് ചെയ്യുന്നു, ചാറ്റ് ചെയ്യുന്നു, മെസ്സേജ് ചെയ്യുന്നു, ആൾ അവിടുന്ന് മെസ്സേജ് ചെയ്യുന്നു. അതേ ഒരേ സമയം 10 പേർക്ക് അല്ലെങ്കിൽ 5 പേർക്ക് അല്ലെങ്കിൽ 4 പേർക്ക് ഒരേപോലത്തെ മെസ്സേജുകൾ വിടുന്ന ചെക്കന്മാരും പെണ്ണുങ്ങളും ഇന്നത്തെ കാലത്തുണ്ട്. അത് പണ്ടത്തെ കാലത്ത് ഞങ്ങൾ കണ്ടിട്ടില്ല, ഇന്നത്തെ കാലത്തുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട്, എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുമുണ്ട്. പണ്ടത്തെ കാലത്ത് അതില്ല. ഓഫ് കോഴ്സ് അത് എനിക്ക് പറയാൻ പറ്റും. അപ്പോൾ അതേ കാര്യം തന്നെ, നീ കഴിച്ചോ, സുഖല്ലേ, അല്ലെങ്കിൽ ഐ ലവ് യു, പിന്നെ നാളെ നമുക്ക് കാണാം, അല്ലെങ്കിൽ എന്തൊക്കെയാണ് സംസാരിക്കണമെങ്കിൽ അങ്ങനെ. ഇത് തന്നെയായിരിക്കും ഈ 10 ആൾക്കും 5 ആൾക്കും ഈ പയ്യനോ അല്ലെങ്കിൽ ഈ എന്താ പറയുക പെൺകുട്ടിയോ അയച്ചിട്ടുണ്ടാവും. ഇതിലെവിടെയാണ് പ്രണയം? അവനോ അല്ലെങ്കിൽ അവൾക്കോ ഇതിൽ പ്രണയമല്ല അതിൻ്റെ പേര്. അവന് ഈ ഫോണിലുള്ള ഒരു ചാറ്റിങ്ങോ അല്ലെങ്കിൽ ഒരു വീഡിയോ കോളോ അല്ലെങ്കിൽ ഒരുപാട് പേരെ ഞാൻ വളയ്ക്കുന്നു അല്ലെങ്കിൽ ഒരുപാട് പേരെ എന്നെ വളയ്ക്കുന്നു, അങ്ങനത്തെ എന്തൊരു വലിയ സംഭവമാണ് ഞാൻ നേടി. ഇങ്ങനെ മറ്റേ നമ്മുടെ കുഞ്ഞില്ലേ സ്വപ്നം കൂടില്ലേ പൃഥ്വിരാജ് സ്റ്റാർട്ടിങ്ങിൽ കാണിക്കും, അതുപോലെ അങ്ങനത്തെ ഒരു തരം എന്താ അസുഖം എന്നാണോ പറയാ അറിയില്ല. അതിൻ്റെ പേര് ഒരിക്കലും പ്രണയമല്ല. ഒരേ ടൈമിൽ ഒരുപാട് പേരോട് ഒരേപോലെ പെരുമാറാൻ പറ്റുകയെന്ന് പറഞ്ഞാൽ പറ്റില്ല. എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരാണോ പെണ്ണോ ആയിട്ട് നിങ്ങൾ പ്രേമത്തിലാവും. അത് നിങ്ങൾക്ക് തന്നെ കുറേ നാൾ കഴിയുമ്പോൾ അതിൻ്റെ കോളോ അല്ലെങ്കിൽ വർത്താനോ സംസാരമോ അല്ലെങ്കിൽ രീതികളോ അല്ലെങ്കിൽ അതൊരു ശല്യമായി അല്ലെങ്കിൽ വേറെ ആളുടെ അതിനോടുള്ള താല്പര്യം പോയി, അതിനെ കാണാൻ തോന്നുന്നില്ല, കണ്ണടയ്ക്കുമ്പോൾ മനസ്സിൽ വരുന്നില്ല, ഓർക്കാൻ തോന്നണില്ല, വിളിക്കാൻ തോന്നണില്ല, അതിനോടുള്ള ഇഷ്ടമില്ല എന്ന് നിങ്ങളുടെ മൈൻഡ് തന്നെ നിങ്ങളെ പല രീതിയിൽ അറിയിക്കും. ദയവ് ചെയ്ത് അങ്ങനെ അറിയിക്കുമ്പോൾ അത് അവിടെ പറയാതെ വേറൊരു സ്ഥലത്തിലേക്ക് ചാടാൻ നോക്കരുത്. ദയവ് ചെയ്ത് അവരെടുത്ത് തുറന്ന് പറഞ്ഞ് എനിക്കെന്തോ ഇനി നമ്മൾ സെറ്റാവില്ല എന്ന് തോന്നുന്നു, അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ അത് പറഞ്ഞ് ദയവ് ചെയ്ത് പറയാവുന്ന കാര്യങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും വളരെ ഹെൽത്തി ആയിട്ട് പിരിയുക. ഈ പറയുന്ന പെൺകുട്ടി സൂസൈഡ് ചെയ്യാനോ ആൺകുട്ടി സൂസൈഡ് ചെയ്യാനോ നിൽക്കാതെ, മറ്റേ ആസിഡ് ഒഴിക്കാൻ നിൽക്കാതെ, അടിമിടിച്ച് ഉപദ്രവിക്കാനോ റോട്ടിൽ പോകുമ്പോൾ ശല്യപ്പെടുത്താനോ ഒന്നും നിൽക്കാതെ, അല്ലെങ്കിൽ ആ പെൺകുട്ടി വർക്ക് ചെയ്യുന്ന ഓഫീസിലോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലോ പോയി പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ ഈ പറയുന്ന നല്ല രീതിയിൽ പോയി അവന് ഫ്രീ ആവാൻ മൈൻഡ്, അവൾക്കും ഫ്രീ ആവാൻ മൈൻഡ്. ഇത് ചിലപ്പോൾ ഇതിലേക്കാളും നല്ലതാവാൻ വരാൻ പോകുന്നത്, അല്ലെങ്കിൽ ഇതിൽ വലിയ കുരിശാവും വരാൻ പോകുന്നത്. അതവനോ അവൾക്കും നിങ്ങൾക്ക് മതി. അല്ലെങ്കിൽ അതായത് ജീവിതം അതൊന്നുള്ളൂ. അത് ബ്രേക്കപ്പ് എന്ന് പറയുന്നത് അത്ര വലിയ കുറ്റമല്ല. നല്ലതിനുള്ള ബ്രേക്കപ്പുകൾ ഉണ്ടാവാം അല്ലേ? നമുക്ക് എന്താ പറയുക, അത് ഏത് റിലേഷനാണെങ്കിലും നമ്മൾ ഈ ബന്ധനങ്ങളായി മാറുമ്പോൾ പിന്നെ അത് വളരെ അർത്ഥമില്ല ആ ഒരു ലൈഫിന്. ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാണെങ്കിലും 2 പേർക്കും അതൊരു താല്പര്യമില്ലാതെ, മറ്റേ പ്രാഞ്ചിയേട്ടൻ്റെ സെയിൻറ്റിൽ പുഷ്പും സിദ്ധിക്കും അപ്പുറത്തും വെൽക്കം ഹോം എന്നൊക്കെ പറഞ്ഞാൽ അപ്പുറത്തും അവർ 2 പേരും കയറുമ്പോൾ മുന്നേ 2 പേർക്ക് ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ അവർ സ്നേഹിച്ചവരാണ്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല. അവർ ജീവിതത്തിൽ ഒന്നായി, പക്ഷെ ആ ലൈഫ് ഒരു കാര്യമില്ല. അപ്പോൾ അങ്ങനെ നിങ്ങൾ ദയവ് ചെയ്ത് നോക്കുക. പിന്നെ അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഒരുപാട് വാഗ്ദാനങ്ങളൊന്നും ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും കൊടുക്കാതിരിക്കും. മിക്കവാറും ആൺകുട്ടികളാണ് ഈ വാഗ്ദാനങ്ങൾ. അന്നേരത്തെ പെൺകുട്ടികളുടെ സ്നേഹം കിട്ടാൻ വേണ്ടി ഞാൻ അങ്ങനെ ചെയ്യും, നമ്മൾ ഇങ്ങനെ ആയിരിക്കും ജീവിതം കൊണ്ടുപോകുക, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ കൊണ്ടുപോയി ഇങ്ങനെ കൊണ്ടുപോകും, അങ്ങനെ ചെയ്യും. ദയവ് ചെയ്ത് ചെയ്യരുത്. നിങ്ങൾക്ക് സാധിക്കാത്ത കാര്യങ്ങൾ ആ പെൺകുട്ടികളോട് പറയരുത്. നിങ്ങളുടെ നാവിൽ നിന്ന് വീഴുന്ന ആ വാക്ക് വിശ്വസിച്ചായിരിക്കാം ആ പെൺകുട്ടി നിങ്ങളുടെ കൂടെ വരുന്നുണ്ടാവും. അപ്പൊ ദയവ് ചെയ്ത് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ഈ പറയുന്ന വാക്കും നിങ്ങൾ ഈ കൊടുത്ത വാഗ്ദാനങ്ങളും സ്വപ്നങ്ങളും ഒന്നുമല്ലാത്ത രീതിയിലാണ്, അതുമായി ഒരു ബന്ധമില്ലാത്ത ഒരു ലൈഫാകുമ്പോൾ അവൾക്കത് താങ്ങാവുന്നതിലും അധികമായിരിക്കും. അവളൊരു ഡിപ്രഷൻ മൈൻഡിലായിരിക്കും. അവളെല്ലാ ഹാപ്പിനെസ്സും പോകും. അവൾ ജീവിതകാലം മുഴുവൻ ഇങ്ങനൊരു എന്താ പറയുക തീരുമാനം എടുത്തത് ഓർത്ത് വിഷമിക്കുന്നുണ്ടാവും, അവളാണെങ്കിലും അവനാണെങ്കിലും. അപ്പോൾ അങ്ങനെ ഒന്നും ചെയ്യാതിരിക്കുക. സിൻസിയറായിട്ട് പറയുക. ഞാൻ അങ്ങനെ അധികം പൈസയുള്ള വീട്ടിലെ ആളൊന്നുമല്ല. നമുക്ക് നേരിട്ട് അറിയണം, മനസ്സിലാക്കണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്.
നമ്മൾ ഒന്നിച്ച് ഇപ്പം നല്ല പൈസ ഉള്ളവിടുത്തെ ജീവിച്ചൊരു പെൺകുട്ടിയാണെങ്കിൽ മുൻകൂട്ടി എൻ്റെ ലൈഫ് ഇങ്ങനെയായിരിക്കും, എൻ്റെ കൂടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും ജീവിക്കുക, അല്ലെങ്കിൽ ഞാൻ നിനക്ക് താജ്മഹൽ പണിയും, ഞാൻ നിന്നെ എല്ലാ മാസം അങ്ങോട്ട് കൊണ്ടുപോകും, നമ്മൾ 6 മാസം കൂടുമ്പോൾ ഇങ്ങോട്ട് കൊണ്ടുപോകും, അല്ലെങ്കിൽ ഞാൻ നിനക്ക് അത് ചെയ്തു തരും ഇത് ചെയ്തു തരും എന്നൊന്നും പറഞ്ഞിട്ട് ലാസ്റ്റ് അതൊന്നും ഈ പറഞ്ഞതൊന്നും ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഒന്നും ഈ പറയുന്ന ഒരു കാര്യങ്ങളും നമുക്ക് അവർ തരുന്നില്ല എന്നറിയുമ്പോൾ മനസ്സിലൊരു വേദനയൊക്കെ വരും. അത് ആണിനാണെങ്കിലും പെണ്ണിനാണെങ്കിലും അത് ചെയ്യാതെ. അതുപോലെ സ്വന്തം ഐഡന്റിറ്റി മറച്ചു വെച്ചിട്ട് പ്രണയിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഫേക്ക് ഫോട്ടോ വെച്ചിട്ട് പ്രണയിക്കുന്നവരുണ്ട്. അംഗവൈകല്യം വന്ന പലരാവും. ഇവിടെ നിങ്ങളുടെ താഴ്ത്തിക്ക് എങ്ങനെയാണെന്ന് അറിയാത്തവരാവും, അല്ലെങ്കിൽ മാസ്ക് വെച്ചിട്ട് ഇവിടെ എങ്ങനെയാണെന്ന് അറിയാത്തവരാവും, കൈക്ക് വല്ല കുഴപ്പമുള്ളതാവും, സംസാരിക്കാൻ കഴിയാത്തവരാവും, അല്ലെങ്കിൽ മാരീഡായ ആളുകളാവും. ഇതൊക്കെ മറച്ചു വെച്ച് നമ്മുടെ സ്വന്തം ഐഡന്റിറ്റി എന്താണെങ്കിൽ, അല്ലെങ്കിൽ ചിലപ്പോൾ കൂലിപ്പണിക്കാരുടെ മോനായിരിക്കും അല്ലെങ്കിൽ മോളായിരിക്കും, അവർ എൻ്റെ അച്ഛൻ ഞാൻ ഇറ്റലിയിലാണ് അമേരിക്കയിലാണെന്ന് അവരൊക്കെ പറഞ്ഞിട്ട് ഈ ഫേസ്ബുക്കിൽ എന്ന് പറയുന്നത് ഈ പറയണതും ഈ ചാറ്റിങ്ങിലുള്ള ബന്ധം മാത്രമേ ഉള്ളൂ. അപ്പോൾ അവർക്ക് അറിയില്ല. ദയവ് ചെയ്ത് അങ്ങനെ നിങ്ങൾ ഒരാളോട് ഒരു കുറച്ച് നേരത്തെ നിങ്ങളുടെ ചാറ്റിങ്ങിന് വേണ്ടിയോ അല്ലെങ്കിൽ കുറച്ച് നാളത്തെ ഒരു കാലഘട്ടത്തിലെ ഒരു സന്തോഷത്തിനും സുഖത്തിനും വേണ്ടിയോ ഒന്നും ഒരാളുടെ ലൈഫ് വെച്ച് കളിക്കരുത് ദയവ് ചെയ്തിട്ട്. നമ്മൾക്ക് ചിലപ്പോൾ അത് നമ്മൾ നോ പറയണ സമയത്ത് നമുക്കതിന് ചിലപ്പോൾ ഒരുപാട് ഉപദ്രവവും ശല്യവും എന്താ പറയുക, നമ്മളെ മോശക്കാരിയാക്കി ചിത്രീകരിക്കുകയോ അല്ലെങ്കിൽ നമ്മളെ ഒരുപാട് ഉപദ്രവിക്കുകയോ അല്ലെങ്കിൽ മോശക്കാരനാക്കി ചിത്രീകരിക്കുകയോ അല്ലെങ്കിൽ എന്താ പറയുക നമ്മളെ ഒരുപാട് തെറ്റിദ്ധരിപ്പിക്കും മറ്റുള്ളവരുടെ മുമ്പിൽ. നമ്മളെല്ലാവരാലും വെറുക്കപ്പെട്ടവരൊക്കെ ആയിരിക്കും. അതായത് ഈ പറയുന്ന ആള് അവരുടെ പ്രണയം നമുക്ക് താല്പര്യമില്ല, നമുക്ക് താല്പര്യമില്ല, അല്ലെങ്കിൽ നിങ്ങൾ നമുക്ക് കല്യാണം കഴിക്കണ്ട, എനിക്ക് ഇഷ്ടപ്പെടണ്ട, എനിക്ക് നിങ്ങളെ സ്നേഹിക്കാൻ പറ്റില്ല, നിങ്ങളങ്ങനെ കാണാൻ പറ്റില്ല എന്നൊക്കെ പറയണതിൻ്റെ പേരിൽ പലതും സംഭവിക്കാം. പക്ഷെ അത് ആ സമയത്ത് പറഞ്ഞാൽ പിന്നീട് സംഭവിക്കുന്ന വലിയ വലിയ ദുരന്തങ്ങൾക്ക് നമുക്ക് മാറാൻ സാധിക്കും. അപ്പം അത് നിങ്ങളൊക്കെ ബോയ്സ് ആണെങ്കിലും ഗേൾസ് ആണെങ്കിലും കൂടുതലും പെൺകുട്ടികളായിരിക്കും ഈ ചതികളിൽ കൂടുതലും പെടുന്നത്. പല ആമ്പിളിന് കല്യാണം കഴിഞ്ഞ് അവർക്ക് കുട്ടികൾ 2 കുട്ടികളും 3 കുട്ടികളും ഒക്കെ ഉള്ളവരും കല്യാണം കഴിഞ്ഞവരൊക്കെ ആയിട്ട് ഫേസ്ബുക്കിൽ അവർ കാണുമ്പോൾ ചില്ലായിരിക്കും, ഞാൻ ബാച്ചിലർ എന്നുള്ള ഒരു സ്റ്റാറ്റസ് ഒക്കെ ആയിരിക്കും. അങ്ങനെ അറിയാതെ വാട്ട് അബൌട്ട് യു എന്ന് ചോദിക്കുമ്പോൾ ഞാൻ സ്റ്റിൽ ബാച്ചിലർ, പിന്നെ ഞാൻ ഇതുപോലെ നടക്കുന്നു, ഞാൻ ഇന്ന വീഴുന്നു, ഒരിക്കലും ചെയ്യരുത്. ചിലപ്പോൾ ഇവൻ ആ പെൺകുട്ടിയായിട്ട് കല്യാണം കഴിച്ചിട്ടായിരിക്കും വന്നിരിക്കുന്നുണ്ടാവുക. അത് ഇവൻ മെറിറ്റൽ സ്റ്റാറ്റസിൽ കാണിച്ചിട്ടുണ്ടാവില്ല. ചിലപ്പോൾ അവൻ്റെ വീട്ടിൽ അറിയിക്കാതെ ആയിരിക്കും കല്യാണം കഴിച്ചിട്ടുണ്ടാവുക. അല്ലെങ്കിൽ എന്താ പറയുക, അവൻ എൻ്റെ കുറച്ച് ഫ്രണ്ട്സിന് മാത്രമായിരിക്കും അറിയുന്നുണ്ടാവുക. എന്താ പറയുക, പക്ഷെ ഇവൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് വേറൊരു രീതിയിൽ വേറൊരു പെൺകുട്ടി കൂടെ വന്നു. അപ്പോൾ ആ പെൺകുട്ടി ഇതൊന്നും അറിയാതെയാണ് ഈ ഞാൻ കല്യാണം കഴിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഞാൻ പ്രണയിച്ച ആൾ കല്യാണം കഴിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ പെൺകുട്ടി ഒരു കൊല്ലീഗായിട്ട് അങ്ങനെയൊക്കെ ആയിരിക്കും നിൽക്കുന്നുണ്ടാവും. പക്ഷെ അത് പറയാത്തോടത്തോളം ആ പെൺകുട്ടി ജോയിൻ ചെയ്യും. അത് എൻജോയ് ചെയ്ത് നടക്കുന്ന ഈ ഒരാളായിരിക്കും തെറ്റുകാരൻ. അപ്പോൾ അതൊരിക്കലും ചെയ്യാൻ പാടില്ല. കാരണം ഈ ആള് അപ്പോൾ ഒരേ ടൈം ഒരുപാട് പേരെ വഞ്ചിക്കണു എന്നാണ് അർത്ഥം. ഇയാളെ വിശ്വസിച്ച് വന്ന പെൺകുട്ടിയെ വഞ്ചിച്ചു. എന്താ പറയുക, ഇയാളെ വേറൊരാളെ ലൈഫിൽ നമുക്ക് സ്നേഹിക്കാനോ ജീവിതത്തിൽ കല്യാണം കഴിക്കാനോ സാധിക്കില്ല, നീയില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല, എനിക്ക് ഓർക്കാൻ പറ്റില്ല, എന്നെ അവോയ്ഡ് ചെയ്യരുത്, എന്നെ ഒഴിവാക്കരുത് എന്ന് പറഞ്ഞ് കരഞ്ഞ് കാല് പിടിക്കുന്നവരുണ്ടാവാം. അവർ ഒരുപാട് തവണ, 1 തവണയോ 2 തവണയോ 3 തവണയോ ഒരുപാട് തവണ സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്ത് അവരുടെ ഫ്രണ്ട്സോ ഫാമിലിയോ ഒക്കെ കൊണ്ടുപോയി ഹോസ്പിറ്റലിലേക്ക് ഇട്ട് ഈ പറയുന്ന പെൺകുട്ടിയെ വിളിപ്പിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്ത് ഇനിയും നമ്മളൊക്കെ അല്ലെങ്കിൽ യെസ് പറഞ്ഞില്ലേ, കല്യാണത്തിന് സമ്മതിച്ചില്ലേ, ഇനിയും ഇതൊക്കെ തന്നെയാവും അവസ്ഥ എന്ന് അവരുടെ ബന്ധുക്കളുടെയോ അല്ലെങ്കിൽ അവരുടെ സാർമാരുടെയോ ഒക്കെ മുമ്പിൽ വെച്ചോ അല്ലെങ്കിൽ നമ്മളുടെ അടുത്തൊക്കെ പറയുമ്പോൾ അന്തം വിട്ട് പോണത് ഇങ്ങനെ ഇനി എന്താണ്, വേറെ ഒരു നിവൃത്തിയില്ലാതെ സമ്മതിച്ച് പോകുന്ന വീട്ടുകളുണ്ടാവാം. അല്ലെങ്കിൽ അയ്യോ ഇങ്ങനെയൊക്കെയാണോ, അയ്യോ അങ്ങനെ വിചാരിക്കുന്നവരുണ്ടാവും. അല്ലെങ്കിൽ അന്തം വിട്ട് പേടിച്ച് അയ്യോ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് ഓടിപ്പോയിട്ട് അതിന് പുറകെ പല കുരിശുകളും അല്ലെങ്കിൽ അവർ അതിൻ്റെ പകരമായി നമുക്കെതിരെ അങ്ങനെ നോ പറഞ്ഞു പോകുന്ന പെൺകുട്ടികൾക്കെതിരെ ഒരുപാട് രീതിയിൽ ഉപദ്രവിക്കും. ആ പെൺകുട്ടിയെ ഏതൊക്കെ രീതിയിൽ നശിപ്പിക്കാൻ പറ്റുമോ, മീൻസ് മാനസികമായി തളർത്താൻ പറ്റുമോ, ആ പെൺകുട്ടി ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള ഒരു പെൺകുട്ടിയായിരിക്കും. അവരെ കൊണ്ടൊക്കെ വെറുപ്പിക്കാൻ പറ്റുമോ, അതിനെന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ അവരവരെ കൊണ്ട് ചെയ്യണ പറ്റുന്ന പോലെ ചെയ്യും. ഒരുപാട് പേരുടെ തെറ്റിദ്ധാരണകൾക്ക് ഇടയാക്കിപ്പിക്കും.
അത് നമ്മളുടെ അടുത്ത് അവർ വെല്ലുവിളിച്ചിട്ടുണ്ടാവും, നിന്നെ കാണിച്ചു തരാം, അത് ശരി, നീ ഇനി ജീവിക്കണ്ടെങ്കിൽ കാണണം, അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റാണ് മറിച്ചാണെന്നൊക്കെ പറയും. പക്ഷെ എന്നാലും നമ്മൾ നമ്മുടെ ഒരു സ്റ്റാൻഡിൽ തന്നെ ഉറച്ചു നിൽക്കണം. അവരേതോ ഒരു ഫാൻറ്റസി ലോകത്താണ് ജീവിക്കുന്നത്. അവർ വേറെ എന്തൊക്കെയോ നമ്മളറിയാതെ അവരെന്തെങ്കിലും സ്വപ്നം കാണി അല്ലെങ്കിൽ എന്തെങ്കിലും അവർ ഇതിൽ വേറൊരു കാര്യം ചില സിനിമകളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്താ പറയാ, ചായ കുടിക്കണ്ട, ചൂടാറി തുടങ്ങി, ചൂടാറി ഇത്രയും കൂടി ഉണ്ട് കേട്ടോ. ഇപ്പൊ ഒരു പെൺകുട്ടി സംസാരിക്കും. ഇപ്പൊ സംസാരിക്കുമ്പോ ഈ സംസാരിക്കുന്നത് ചിലപ്പോ ആ ആൺകുട്ടി അവരുടെ കൂട്ടുകാരോട് അവളെന്റെ ഡാവാ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അവർ കാണിച്ചു കൊടുക്കാനൊക്കെ ആയിട്ട് അവര് സെറ്റ് ചെയ്ത് നിർത്തിയിട്ടുണ്ടാവും. എന്നാ നീ ഒന്ന് കാണിച്ചതായോ നിന്റെ ഡാവാണെങ്കിൽ, ഇന്ന് ഇത്ര മണിക്ക് സംസാരിക്കുന്നത് കണ്ടോ, അല്ലെങ്കിൽ ഞങ്ങള് ഒരുമിച്ച് ഞങ്ങൾ നിൽക്കുന്നത് കണ്ടോ, അല്ലെങ്കിൽ എന്നൊക്കെ അവര് തമ്മിൽ പറയുന്നുണ്ടാവും. ഈ പെൺകുട്ടിക്ക് ഇതൊന്നും അറിയാതെ ആയിരിക്കും അവരായിട്ട് സംസാരിക്കേണ്ട. ആ പെൺകുട്ടി ഒന്നിച്ച് വർക്ക് ചെയ്യുന്ന ഒരാളല്ലേ അല്ലെങ്കിൽ ഒരു ഫ്രണ്ട് അല്ലേ എന്നുള്ള രീതിയിലായിരിക്കും. പക്ഷെ ഈ പറയുന്ന ആൺകുട്ടി ആ പറഞ്ഞ ഫ്രണ്ട്സിനോടോ അല്ലെങ്കിൽ മറ്റുള്ളവരോട് പറഞ്ഞത് എന്താണെങ്കിൽ അവർ ആ രീതിയിലായിരിക്കും ഈ പെൺകുട്ടി സംസാരിക്കുമ്പോൾ കാണുന്നുണ്ടാവും. അല്ലെങ്കിൽ ആ പെൺകുട്ടിയായിട്ട് ഉള്ള ഫോട്ടോകളോ അല്ലെങ്കിൽ ഒന്നിച്ച് നിൽക്കുന്നതോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും അവർ തമ്മിലുള്ള നല്ല ഒരു സൗഹൃദത്തിൻ്റെ ഒരുപാട് പേരുടെ കൂടെയുള്ളത് കാര്യങ്ങളൊക്കെ ഈ പറയുന്ന ആള് എതിരാക്കാൻ വേണ്ടി, ഒറ്റപ്പെടുത്താൻ വേണ്ടി ഈ പെൺകുട്ടിക്ക് ഇനി സമൂഹത്തിൽ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ജീവിക്കരുത്, അവൾ തിരിച്ച് എൻ്റെ അടുത്ത് തന്നെ എന്ത് സംഭവിച്ചാലും തിരിച്ചെത്തണം എന്നുള്ള ഒരു ആ ഒരു പാനിക്കായിട്ടുള്ള ഒരു തീരുമാനങ്ങളും അങ്ങനെയൊക്കെ നടക്കുന്ന ഒരുപാട് ചില ആളുകളുണ്ട്. പ്രണയിച്ച് കഴിഞ്ഞിട്ട് എന്താ പറയുക, അതിനെ പ്രണയം എന്ന് പറയുമെന്ന് എനിക്കറിയില്ല. പിന്നെ ചില ആളുകളുണ്ട് പ്രണയിച്ച് കഴിയുമ്പോഴേക്കും ഇഷ്ടം കാണുമ്പോഴേക്കും ഇഷ്ടമാണെന്ന് പറയുന്നവരുണ്ട്. ഈ തമിഴ് സിനിമയും ഹിന്ദി സിനിമയും മലയാള സിനിമയിലൊക്കെ കാണുന്ന പോലെ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ്. എനിക്ക് അതിനോട് യാതൊരു അഭിപ്രായമില്ല. കാരണം ഒരാളെ നമ്മൾ ആദ്യമായിട്ട് കാണുമ്പോൾ ആ ആളെ എങ്ങനെയാണെന്ന് പോലും അറിയില്ല, ആളുടെ ക്യാരക്ടർ എങ്ങനെയാണെന്ന് അറിയില്ല. ആളുടെ ക്യാരക്ടർ അറിയണമെങ്കിൽ ആ ആൾ പോലും അറിയാതെ ആ ആളുടെ വർത്താനവും സംസാരവും രീതികളും നമുക്ക് അറിയണം. ആളെ പറ്റി അറിയുന്നവരോട് സംസാരിക്കണം, അല്ലെങ്കിൽ ആളെ പറ്റി അന്വേഷിച്ച് കഴിഞ്ഞാൽ അറിയണം. അങ്ങനെയൊക്കെയാണ് നമ്മളൊരാളെ പറ്റി അറിയുക. നമ്മൾ അടുത്തുള്ളവരൊക്കെ ആകുമ്പോൾ നമ്മുടെ ക്യാരക്ടർ ചെറുപ്പം തൊട്ടേ അറിയാം. അല്ലെങ്കിൽ കുറച്ച് കാലം ഒരുമിച്ച് ജീവിച്ചവരാണെങ്കിൽ ആ പറയുന്ന ആളുടെ സംസാരവും പ്രവൃത്തിയും ബിഹേവിങ്ങും ഒക്കെ ശരിക്കും അറിയാം. അതല്ലാതെ വെറുതെ കണ്ട് ഇഷ്ടപ്പെട്ട് നാളെ വന്നു എനിക്ക് ഇഷ്ടമാണ് കല്യാണം കഴിക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ എനിക്കും ഇഷ്ടമാണ് ഞാനും വരാം എന്നൊക്കെ പറയണത് ശുദ്ധ മണ്ടത്തരാണ്. ലൈഫിലൊന്നും അവർ ഒരിക്കലും സക്സസ് ആവില്ല. അതുപോലെ തന്നെ നമ്മൾക്കൊരാൾ ഇഷ്ടപ്പെട്ടു, അത് ആ ഇഷ്ടം മാത്രം ഉണ്ടായതുകൊണ്ട് അതിട്ടുകൊണ്ട് അരിക്കലത്തിലെ ചോറ് വേവില്ല, വിശപ്പ് മാറില്ല. ലോകത്തെ ഏറ്റവും വലിയൊരു വികാരം എന്ന് പറയുന്നത് പ്രണയമല്ല, വിശപ്പാണ്. വിശപ്പ് തന്നെയാണ് ലോകത്തെ ഏറ്റവും വലിയൊരു വികാരം. സത്യല്ലേ ഗൈസ്? ആണ്. അതിലും വലിയൊരു വികാരം വേറെ ഇല്ല. വിശന്നിരുന്ന് ഒരു ദിവസമോ 2 ദിവസമോ ഭക്ഷണം കഴിക്കാത്ത ഒരാൾ മനസ്സിൽ ഇങ്ങനെ പ്രണയിച്ചിരിക്കുന്നു എനിക്ക് തോന്നുന്നില്ല. എന്തെങ്കിലും കഴിക്കാൻ കിട്ടിയിരുന്നെങ്കിൽ എന്ന് എന്നെ വിചാരിക്കുള്ളൂ. അതന്നെയാണ് വലിയ വികാരം. എങ്കിലും നമ്മൾ ഈ പറയുന്ന പോലെ പ്രണയിക്കുമ്പോൾ പ്രണയിച്ച് അത് കഴിഞ്ഞ് പ്രണയിക്കുന്നവർ കല്യാണം കഴിച്ച് ജീവിതത്തിൽ സ്വന്തമായി ഒന്നിച്ച് ജീവിതാവസാനം വരെ കൊണ്ടുപോകണം എന്ന് നല്ലൊരു ഫാമിലി ലൈഫ് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഫിനാൻഷ്യലി ഒരു സ്റ്റാൻഡ്, ഒരു ബേസ്, ഒരു സെറ്റപ്പ് ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ ആ പ്രണയിക്കുന്ന ആളുടെ കൈ പിടിക്കാനും ജീവിതത്തിലേക്ക് കൊണ്ടുപോകാനും ഒരു ലൈഫ് ഉയർത്തി പടിപടിയായിട്ട് കയറി ലൈഫ് കൊണ്ടുപോകാനും. ഒരു പക്ഷേ കഞ്ഞി കുടിക്കാൻ കഴിവില്ലാത്ത ഒരു വീട്ടിലത്തെ ഒരു പെൺകുട്ടിയായിരുന്നെങ്കിൽ ആ പെൺകുട്ടീനെ കൊണ്ടുവരുമ്പോൾ നീ കഞ്ഞി കുടിക്കാനില്ലാത്ത വീട്ടിലത്തെ അല്ലേ, നീ അപ്പം കഞ്ഞി കുടിച്ചാൽ മതി, ഞാൻ കഞ്ഞി തരുന്നുണ്ടല്ലോ, കഞ്ഞളല്ലേ നീ കുടിച്ചിരുന്നേ എന്ന് പറയാതെ അവളെ രാജകുമാരിയെ പോലെ നോക്കുന്ന ഒരാളാണ്. കൊട്ടാരം പോലെയുള്ള എല്ലാ സൗകര്യങ്ങളിലും ജീവിച്ചിരുന്ന ഭയങ്കര സൗകര്യത്തിൽ ജീവിച്ചിരുന്ന പെൺകുട്ടികളുണ്ടാവും. അവള് വളരെ ലോ ഇതിലേക്ക് ഉള്ള ഒരാളുടെ അടുത്തേക്ക് വരുമ്പോൾ അവൾക്കും തിരിച്ച് മനസ്സിലാവണം എൻ്റെ പാർട്ട്ണറുടെ പരിമിതികൾ മനസ്സിലാക്കി അങ്ങനെ ജീവിക്കാൻ അവൾക്കും കഴിയണം. എന്നാൽ ഇത് ഓപ്പോസിറ്റുള്ള പാർട്ട്ണർ മനസ്സിലാക്കി അത്രയും സൗകര്യത്തിൽ ജീവിച്ചിരുന്ന ഒരാളാണ് എൻ്റെ കൂടെ വന്ന അങ്ങനത്തെ ഒരു സൗകര്യങ്ങളോ കാര്യങ്ങളോ അതുവരെ നടന്നിരുന്ന ബട്ടർഫ്ലൈ ആയി പോലെ നടന്നിരുന്ന ഒരാൾ അങ്ങനത്തെ ഒരു ലൈഫോ രീതികളോ ഒന്നും ഇല്ലാണ്ട് നിന്നുണ്ട്. കുറേ അവൾ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞ് ഒന്ന് ചേർത്ത് നിർത്തി ഇങ്ങനെ ചെയ്താൽ അത് ആ പാർട്ട്ണർക്കും ഭയങ്കര ഹാപ്പി ആയിരിക്കും. അതുപോലെ തന്നെ പിന്നെ ഒരു വിഭാഗമുണ്ട്, പ്രണയം എന്നൊരു പേരാണ് പറയണത്. പ്രണയിക്കുന്നു, സംസാരിക്കുന്നു, വീഡിയോ കോൾ ചെയ്യുന്നു,
ആവശ്യമില്ലാത്ത കാര്യങ്ങളായിരിക്കും വീഡിയോ കോളിൽ. നമ്മൾ TV-യിലൊക്കെ അങ്ങനെ ഓരോ യൂട്യൂബിലൊക്കെ ഓരോ ഹണി ട്രാപ്പ് അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ടാവും. അനാവശ്യമായ എന്താ കോളുകളോ സംസാരങ്ങളോ രീതികളോ ചാറ്റിങ്ങോ ഒക്കെ പോയി അവസാനം അത് വേറെ വളരെ മോശമായ രീതിയിൽ ജീവിതം കൊണ്ടെത്തിക്കുകയും അതിൻ്റെ പേര് പ്രണയമെന്നാണോ? അല്ല. ഒരു പെൺകുട്ടിയെ പ്രണയിക്കണ പോലെ കാണിക്കുന്നു. അതേ സമയത്ത് തന്നെ വേറെ 2-3 പ്രണയം ഈ പറയുന്ന ആൺകുട്ടിക്ക് ഉണ്ടാവാം. അതിൽ ഓരോരോ പെൺകുട്ടികൾ ഓരോ രീതിയാവും ചിലപ്പോൾ ഇയാളുടെ. അപ്പോൾ ഇയാള് എന്താ പറയുക, അയാൾക്ക് നേടാവുന്നതൊക്കെ നേടുന്നുണ്ടാവും. ഇതിൻ്റെ പേര് പ്രണയം എന്നല്ല കേട്ടോ. അയ്യോ ഞാൻ അവളെ പ്രണയിച്ചു ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്നല്ല അതിൻ്റെ പേര് കാമം എന്നാണ്. പ്രണയം കാമം രണ്ടാണ് ഗൈസ്. അപ്പോൾ എന്താ പറയുക, നല്ല പ്രണയങ്ങൾ എന്നും നല്ല രീതിയിൽ തന്നെ ഇരിക്കും. ഒരു നല്ലൊരു പൂ വിരിഞ്ഞ് അത് നന്നായി ഇങ്ങനെ ആയിരിക്കുമ്പോൾ ആ പൂ കാണാൻ നല്ല ഭംഗിയാവും. അത് കൊഴിഞ്ഞ് പൂവല്ലേ 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 എന്ന് കണ്ടു നിൽക്കുന്ന നമ്മൾക്ക് തോന്നും. അതായിരിക്കും നല്ല പ്രണയങ്ങൾ. അതിൽ എന്തൊക്കെ ആരൊക്കെ എവിടെയൊക്കെ എന്തൊക്കെ എങ്ങനെയൊക്കെ പറഞ്ഞാലും ആ പ്രണയം എന്ന് പറയുന്ന ഒരു വികാരം മനസ്സിൽ ശരിക്കുള്ളതുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും എല്ലാം ബാലൻസ്ഡ് ആവും. ഭയങ്കര സന്തോഷം സങ്കടം ഒക്കെ ലൈഫിലുണ്ടെങ്കിലും ആ പ്രണയം ഒക്കെ എനിക്ക് തരുന്ന ഈ പ്രണയം അത് എനിക്ക് മാത്രമാണ്, എനിക്കുള്ളതാണ് എന്ന് തോന്നണം. അത് വേറെ ആർക്കും ഇനി പോവില്ല എന്നുള്ളൊരു ഉറപ്പ് നമുക്ക് നമ്മുടെ പാർട്ട്ണർക്ക് തരാൻ പറ്റുകയാണെങ്കിൽ നമ്മുടെ പാസ്റ്റ് അല്ലെങ്കിൽ ആ പാർട്ട്ണറുടെ പാസ്റ്റോ അല്ലെങ്കിൽ വരാൻ പോകുന്ന ഫ്യൂച്ചറോ അതൊന്നും നമ്മൾ ചെയ്യാതെ നമ്മുടെ ഇപ്പോൾ പ്രസൻ്റ് ലൈഫിൽ ഇത് എൻ്റെ പാർട്ട്ണർ, അവൻ്റെ പ്രണയം എനിക്കാണ്, ഇവളുടെ പ്രണയം എനിക്കാണ്, അങ്ങനത്തെ ഒരു തോന്നലുമായിട്ട് വളരെ പോസിറ്റീവായിട്ട് എല്ലാ ദിവസവും ഒരു ഐ ലവ് എങ്കിലും മിനിമം പറയുന്ന ഒരു പാർട്ട്ണർ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, എല്ലാ ദിവസവും മിനിമം ഒരു ഉമ്മെങ്കിലും കിട്ടുന്ന ഒരു പാർട്ട്ണർ ഉണ്ടെങ്കിൽ എന്താ പറയുക, അത് ആരും പറഞ്ഞിട്ടോ ആരെ കാണിക്കാനൊന്നും ആവരുത്. ഓട്ടോമാറ്റിക് അങ്ങനെ അതൊരു ജീവിതത്തിൻ്റെ ഒരു നമ്മുടെ കുഞ്ഞുമക്കൾക്കൊക്കെ നമ്മൾ എടുത്ത് ഉമ്മ കൊടുക്കില്ലേ, നമ്മുടെ മക്കൾക്കൊക്കെ ഉമ്മ കൊടുക്കില്ലേ, അതുപോലെ തന്നെ നമ്മുടെ പാർട്ട്ണർ നമ്മളെ രാവിലെ ഉമ്മ വയ്ക്കുന്നു, എണീക്കുമ്പോൾ തന്നെ ഒരു ഉമ്മ തരുന്നു, നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ ഉമ്മ തരുന്നു, നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ വന്ന് കെട്ടിപ്പിടിക്കുന്നു, ഹഗ് ചെയ്യുന്നു, ജോലിക്ക് പോകുമ്പോൾ ഉമ്മ വരുന്നു, ഹഗ് ചെയ്യുന്നു, ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്കൊരു ഉരുള തരുന്നു, നമ്മളെ മടിയിലിരുത്തുന്നു, നമ്മളെ തലയിലൊക്കെ ഇങ്ങനെ ആകും. ഇതെല്ലാം ഒരു കെയറിങ്ങിൻ്റെ ഭാഗവും അല്ലെങ്കിൽ ഒരു റിയൽ പ്രണയത്തിൻ്റെ ഭാഗങ്ങളൊക്കെയാണ്. പിന്നെന്താ പറയുക, ചില ഒരുപാട് പ്രണയങ്ങൾ തെറ്റിദ്ധാരണയുടെ പുറത്ത് ഒഴിവായി പോകുന്ന പ്രണയങ്ങളുണ്ട്. വളരെ നല്ല രീതിയിൽ പോയ പ്രണയങ്ങളായിരിക്കാം, പക്ഷെ എന്തെങ്കിലും ഒരു തെറ്റിദ്ധാരണയുടെ പുറത്ത് പോകുന്നതായിരിക്കും. ചില ആളുകളുണ്ട്, അതായത് അവര് ഒരാളെ പ്രണയിക്കും, അതായത് സമൂഹത്തിന്റെ മുന്നിൽ ഇതാണ് ഞാൻ പ്രണയിക്കുന്ന ആളെന്ന് കാണിക്കണം, എന്നിട്ട് ആരറിയാതെ വേറൊരാളെ പ്രണയിച്ചുകൊണ്ടിരിക്കും. അതെന്തിനാണെന്ന് ഇപ്പോഴും നമുക്ക് മനസ്സിലാവണം. അങ്ങനെ ചെയ്യണം എന്തിനാണെന്ന് മനസ്സിലായി, എന്നിട്ട് വേറെ സൈഡിൽ കൂടെ പ്രണയിച്ചുകൊണ്ട്. അപ്പൊ ചില ആൾക്കാരെ വിചാരം ആ ആൾ പ്രേമിക്കുന്നത് ഇയാള്, വേറെ ആൾക്കാരുടെ വിചാരം ആ ആൾ പ്രേമിക്കുന്നത് ഇയാള്. ഇത് എങ്ങനെയാണെന്നറിയില്ല. അത് ഒരിക്കൽ പിടിക്കുമ്പോഴാണ് ഇതെന്തിനാണ് ഇയാൾ ഇത് ഇങ്ങനെ ചെയ്തതെന്ന് നമുക്ക് ചോദ്യച്ചിട്ടായിട്ട് നിൽക്കും. അങ്ങനെയുള്ള ഒരുപാട് പേര്. പിന്നെ ചില പെൺകുട്ടികൾ ഭയങ്കരമായിട്ട് ഫിനാൻഷ്യലി ചെക്കന്മാരെ പറ്റിക്കാൻ വേണ്ടിയിട്ട്, അതായത് ഫിനാൻഷ്യലി പൈസകൾ ചെക്കന്മാരെ മേടിച്ച് അവർക്ക് ഇടാനുള്ള ഡ്രസ്സുകൾ, ഫുഡ്, പിന്നെ എന്താ പറയുക, ഈ ബാംഗ്ലൂരും ഈ ഇവിടെ ട്രിവാൻഡ്രത്തൊക്കെ ടെക്നോമാർക്കിനോടെ പോയി നമ്മൾ എപ്പോഴും കാണാം. നൈറ്റും ഫുൾ ടൈം ഇങ്ങനെ എപ്പോഴും ഓരോരോ കോമ്പായിട്ട് നടക്കുന്നുണ്ടാകും. അവർക്ക് അവരുടെ ഒരു ദിവസത്തെ ഫുൾ ചെലവുകൾ ഈ പയ്യന്മാരായിരിക്കും ചെയ്തു കൊടുക്കുന്നുണ്ടാവും. അവരുടെ ശമ്പളം, ഈ പെൺകുട്ടികളുടെ ശമ്പളം സേവ് ആയിരിക്കും. എന്താ പറയുക, എനിക്ക് തോന്നുന്നില്ല അതൊരു നല്ല പരിപാടിയാകുന്നു. കാരണം അങ്ങനെ ചെയ്യുന്നവർ പിന്നീട് അതിലും കൂടുതൽ പൈസ ചിലവാക്കുന്ന ഒരാളെ കാണുമ്പോൾ അങ്ങോട്ട് പോകും, അല്ലേ? ഇന്നത്തെ കാലത്തെ പെൺകുട്ടികൾ അങ്ങനെയാണ്. അതിനേക്കാളും കൂടുതൽ പൈസ ഉള്ള ഒരാളെ കാണുമ്പോൾ പോവാണ് ചെയ്യുക. മനസ്സിലായോ? ഇന്നത്തെ പെൺകുട്ടികൾ കൂടുതൽ ഇമ്പോർട്ടൻ്റ് ഫിനാൻഷ്യലി കാര്യങ്ങൾക്കാണ് കൊടുക്കുന്നത്. മാനസികമായ പരിഗണനകൾക്കോ അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും മൂല്യങ്ങൾക്കൊന്നും ഇന്നത്തെ കാലത്തെ പെൺകുട്ടികൾ കൊടുക്കണമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും അറിയില്ല. വട്ടെവർ, നിങ്ങളെല്ലാവരും പ്രണയിക്കുക. പ്രണയം എന്ന് പറയുന്ന ആ വികാരം മരിക്കും വരെ ഉണ്ടാവണം. പ്രണയത്തിന് പ്രായമോ വയസ്സോ കാലോ ഒന്നുമില്ല. 60-ാം വയസ്സിലും നമ്മൾ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന അങ്കിളുമാരെയും ആൻറ്റിമാരെയൊക്കെ കല്യാണം കഴിപ്പിക്കുന്നത് കാണാം. അവർ ഇപ്പോഴും മറ്റേ അവരെ മക്കളും മരുമക്കളൊക്കെ സെറ്റിലായിട്ടുണ്ട്, എല്ലാവരായിട്ടുണ്ട്. പക്ഷെ അവരെ ഒറ്റപ്പെട്ട ജീവിതത്തിലേക്ക് ഒരു പാർട്ട്ണറെ വെച്ച് കൊടുക്കാണ്. ആ പ്രായത്തിൽ അവരുടെ മനസ്സിൽ ആ പാർട്ട്ണറോട് പ്രണയമാണ്. പ്രണയിക്കാൻ പ്രായം കാലം ഒന്നുമില്ല.
മനസ്സിൽ പ്രണയം തോന്നിയാൽ തന്നെ നമ്മൾ ഭയങ്കര യങ്ങായിരിക്കും. പിന്നെന്താ പറയാ, എല്ലാവരും നല്ല രീതിയിൽ പ്രണയിക്കുക. പിന്നെ എന്തോ ഒരു കാര്യം കൂടി പറയണമെന്നുണ്ടായിരുന്നു, ഞാൻ മറന്നുപോയി. നല്ല പ്രണയങ്ങളുണ്ടാവും. ചിലപ്പോൾ വീട്ടുകാരുടെ ഇടപെടൽ മൂലം അല്ലെങ്കിൽ വീട്ടുകാർ സമ്മതിക്കാത്തതിൻ്റെ മൂലം, അത് ചിലപ്പോൾ ഇന്റർകാസ്റ്റിന്റെ പേരിലാവാം, അല്ലെങ്കിൽ ഫിനാൻഷ്യലി പ്രോബ്ലങ്ങളുടെ പേരിലാവാം, അത് അകന്നു പോകുന്ന പ്രണയങ്ങളുണ്ട്. നമ്മൾ പറയുമ്പോൾ അതും പറയണം. ഫാമിലികൾ കാരണം പല പ്രണയങ്ങളും ഒഴിവായി പോയിട്ടുണ്ട്, അകന്നു പോകേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ ചിലയിടത്ത് ഈ അകന്നു പോയി, ഇന്നത്തെ കാലത്തൊക്കെ, പണ്ടത്തെ കാലത്താണ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നത്. ഇന്നത്തെ കാലത്ത് അകന്നു പോയാലും അവർ ഈ ഫാമിലികളുടെ സമ്മതം കിട്ടില്ല, അവർ അറിയിച്ചാലും അവർ സമ്മതിക്കുന്നില്ല എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ഇവർ പോയി ഒന്നിച്ച് പോയി രജിസ്റ്റർ മാരേജ് ചെയ്ത് ജീവിക്കുന്നവരുണ്ട്. പിന്നീട് വിളിച്ച് പറയുമ്പോൾ അല്ലെങ്കിൽ അറിയിക്കുമ്പോൾ അല്ലെങ്കിൽ ഫാമിലിയോട് ഇതിനെപ്പറ്റി സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ അവർ ഈ തീരുമാനത്തിൽ മാറില്ല എന്ന് പറയുമ്പോൾ സമ്മതിക്കുന്ന ഫാമിലീസും ഉണ്ട്. പിന്നെ ചിലവർ വാശി കാണിച്ചിരിക്കുന്നവരുണ്ട്. പിന്നെ എന്താ പറയാ, വിധിയുടെ വിളയാട്ടം എന്നൊക്കെ പറയില്ലേ, എന്താ പറയാ, ബ്ലഡി ഫേറ്റ് എന്നൊക്കെ പറയണ പോലെ അങ്ങനത്തെ ഒരു സംഭവം. അതായത് ഈ വര വരച്ചത് എങ്ങനെ പോയാലും ഞാൻ അന്ന് പറഞ്ഞ പോലെ അത് ദൈവം വരച്ച വരയും കൂടി പോകും. അങ്ങനത്തെ ചില ഒരുപാട് പ്രണയങ്ങളുണ്ട്. എനിക്ക് നേരിട്ട് അറിയണതുകൊണ്ട് അനുഭവങ്ങളിലൂടെയുണ്ട്. കാരണം പ്രണയം പറയാൻ തുറന്നു പോലും പറയാതെ പ്രണയം പറഞ്ഞാൽ ഫ്രണ്ട്ഷിപ്പിനെ ബാധിക്കുമെന്ന് വിചാരിച്ച് പറയാതെ ഇരുന്നിട്ട് അത്രയും എന്താ പറയുക, പക്വതയോ ഒന്നുമില്ലാത്തൊരു കുട്ടിക്കാലത്തിൽ നമ്മളത് പറയാതെ കൊണ്ട് നടക്കുകയും പിന്നീട് അത്രയും ഒരു ക്രൂഷ്യലായിട്ടുള്ള സ്റ്റേജിൽ ഇപ്പോഴെങ്കിലും ഇനി പറയാം എന്ന് വിചാരിച്ച് അത് പറയുകയും അല്ലെങ്കിൽ അറിയുകയും ചെയ്തതിന് ശേഷം അതൊരു പ്രണയം ഒരു വിവാഹത്തിൻ്റെ കയ്യെത്തും ദൂരെ വരെ എത്തുകയും പിന്നീട് എന്താ പറയുക, ഫ്യൂച്ചറിൽ ഈ പറയണ ബ്ലഡി ഫേറ്റ് വിധി പല രീതിയിൽ വന്ന് ആ പ്രണയം ഒന്നിച്ച് പോകാതെ ഇരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഫിലിമിലൊക്കെ കണ്ടിട്ടില്ലേ, വന്ദനം പടത്തിലെ ലാസ്റ്റ് ഫോൺ അടിക്കുമ്പോൾ എടുക്കാൻ പറ്റാതെ മോഹൻലാൽ ചാടി പടഞ്ഞ് ചെല്ലുമ്പോഴേക്കും ആ ഫോൺ കട്ടാവും, രണ്ടുപേരും ഇങ്ങനെ കാറിൽ പോയിട്ട് ഇങ്ങനെ തിരിഞ്ഞു പോകും. അങ്ങനെ ഒരുപാട് പടങ്ങളിൽ മിന്നാരത്തിൽ ശോഭന മരിക്കും, പിന്നെ അസുഖം വന്ന് മരിക്കണത്, പിന്നെ എന്താ പറയുക, അങ്ങനെയൊക്കെ ഒന്നിച്ച് ജീവിക്കാൻ ആഗ്രഹിച്ച് എല്ലാം സെറ്റായി എല്ലാം റെഡി ആയിട്ടിരിക്കുമ്പോഴും ഒന്നിക്കാതെ പോകുന്ന ഇവർക്ക് വേറെ ലൈഫായിട്ട് ഒരുപാട് കാലങ്ങൾക്ക് ശേഷം അവർ രണ്ടു കൂട്ടരും വേറെ ലൈഫിലായിട്ട് സെറ്റിലാവും. അതായത് അവരൊന്നിക്കണം എന്നായിരിക്കും ദൈവം വിചാരിച്ചിട്ടുണ്ടാവും. പക്ഷെ എന്ന് കരുതി നമ്മുടെ പ്രണയം ഫസ്റ്റ് ഏതായിരുന്നു എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് ഈ പറയുന്ന ഈ ഒരു പ്രണയം അല്ല എന്ന്, ഈ പ്രണയം തന്നെ ആയിരിക്കും. അല്ല എന്ന് പറയാൻ ശരിക്കും പാടില്ല, സിൻസിയറായിട്ട് പറയുന്ന ഒരാളാണ്. പിന്നെന്താ പറയാ, അപ്പോൾ ചായ കുടിച്ച് അവസാനിപ്പിച്ച് ഞാൻ പോവാൻ നല്ലത് അല്ലേ? ഓക്കെ, തണുത്തു ഗൈസ്, ചായ ആകെ തണുത്തു ഗൈസ്. അപ്പോൾ അന്ന് ഇത്രയേ ഉള്ളൂ പ്രണയം. അപ്പോൾ വാലന്റൈൻസ് ഡേ ആണ് വരുന്നത്. അപ്പോൾ നിങ്ങളുടെ വാലന്റൈന് നിങ്ങൾ നല്ലൊരു ആശംസ കൊടുക്കുക. എന്താ പറയുക, എല്ലാവരും ഈ ഭൂമിയിൽ സമാധാനം സന്തോഷത്തോടെ ജീവിക്കട്ടെ. ഒരു പ്രണയത്തിൽ ചതി കൊണ്ടുവരാതെ നോക്കുക. നമുക്ക് എന്തെങ്കിലും എന്താ പറയുക, തുറന്ന് ഇപ്പോൾ ഏത് റിലേഷനാണെങ്കിലും, പ്രണയമാണെങ്കിലും ഏത് റിലേഷനിലാണെങ്കിലും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു റിലേഷൻ ബന്ധനായി തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ അതിൽ നിന്ന് മാറ്റുക. നമുക്കൊരു ക്യാൻസർ വന്നു കഴിഞ്ഞാൽ അയ്യോ എൻ്റെ ബോഡിയിൽ ഒരു ഭാഗമല്ലേ എന്നാൽ ആ ഭാഗം അവിടെ ഇരുന്നോട്ടെ എന്ന് പറയില്ല. അത് അടുത്ത ഭാഗങ്ങളിലേക്ക് വ്യാപിച്ചു കൂടുന്നതിന് മുന്നേ ആ ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കളയുക ചെയ്യുക. കരിയിച്ച് കളയും അല്ലെങ്കിൽ കട്ട് ചെയ്ത് കളയും. അതുപോലെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും. അതിൽ ഇത്രയും കണ്ണും മുഖം ഒന്നും മറ്റുള്ളവർ ചുളിക്കണത് പേടിച്ചൊന്നും നമ്മൾ ഇരിക്കണ്ട അല്ലേ. എപ്പോഴും എന്താ പറയുക, ഹാപ്പിനെസ്സിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഉണ്ട്. നമ്മൾ ഇന്നും വിഷമിച്ചിരിക്കേണ്ടി വരരുത്. പിന്നെന്താ പറയുക, ചിലപ്പോൾ പല കാരണങ്ങൾ കൊണ്ടും ഒന്നിക്കുമെന്നറിഞ്ഞിട്ടും അല്ലെങ്കിൽ ഒന്നിച്ച് പോയവർ പല കാരണങ്ങൾ കൊണ്ടും ഇനി അത് ശരിയാവില്ല എന്ന് വിചാരിച്ചിട്ട് രണ്ട് വഴിക്ക് പോയവരുണ്ടാവാം. അതാ ഞാൻ നേരത്തെ പറഞ്ഞ ബ്ലഡി ഫേറ്റിലാണ് അതൊക്കെ ഉൾപ്പെടുക. പക്ഷെ ഈ പറയുന്ന ഈ പോയവരെ ദിവസത്തിൽ ഒരു 50 തവണയെങ്കിലും ഓർക്കുകയും അവരുടെ വർത്താനോ അവരുടെ ഓർമ്മകളോ എപ്പോഴും ഓരോ മെമ്മറികൾ ഉണ്ടാവുമല്ലോ ഓരോ മനുഷ്യന്മാരായിട്ട്. അത് നമ്മൾ ആദ്യമായിട്ട് കാണുന്ന ഒരു മനുഷ്യനെ എവിടെയെങ്കിലും വെച്ച് നമ്മളിവർ കടയിൽ പോയി, ആ കടയിൽ പിറ്റേ ദിവസം ചെല്ലുമ്പോൾ അയ്യോ ഇന്നലെ ആ ആളെവിടെയല്ലേ നമ്മൾ കണ്ടേന്ന് പറയില്ലേ, അതുപോലെ
അവരായിട്ടുള്ള മെമ്മറികളൊക്കെ നമ്മൾ ഓർക്കെ സംസാരിക്കുകയൊക്കെ ചെയ്യും. ഞാൻ അങ്ങനെയാണ്. എനിക്ക് മറ്റുള്ളവരുടെ കാര്യം അറിയില്ല. ഞാൻ അങ്ങനെയാണ്. ഒരു ഉരുള തന്ന ഒരാളെയാണെങ്കിലും ഒരു അടി തന്ന ഒരാളെയാണെങ്കിലും എന്നെ ഏറ്റവും അധികം വിഷമിപ്പിച്ചിട്ടുള്ള ആളാണെങ്കിലും എന്നെ ഏറ്റവും അധികം ഞാനാക്കി മാറ്റിയ ഒരാളെയാണെങ്കിലും ഞാൻ എന്നും ഓർക്കും. ആ ആളെ പറ്റി ഇപ്പോൾ ദൈവം സഹായിച്ച എൻ്റെ പാർട്ട്ണർ എൻ്റെ വിച്ചുവിൻ്റെ അടുത്ത് അവനറിയാം. ഞാൻ ഈ പാട്ട് കേട്ടാ ഇപ്പം ഈ പേര് പറയും, ഈ പാട്ട് കേട്ടാ ഈ പേര് പറയും എന്നൊക്കെ, അല്ലെങ്കിൽ ഈ പാട്ട് കേട്ടാ അവള് ഈ കാര്യവും ആലോചിക്കുക, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറയാം. അവനറിയാം. അപ്പം ഞാനത് അത്രയും ഓപ്പണായിട്ട് സംസാരിക്കുന്നതാണ്. എന്താ പറയുക, അങ്ങനെ ആവണം. അല്ലാതെ ഞാൻ പുണ്യാളത്തിയാണ്, കല്യാണം കഴിച്ച് കഴിയുമ്പോൾ ഭർത്താവിൻ്റെ അടുത്തും ഭാര്യയുടെ അടുത്തും ഞാൻ ജീവിതത്തിൽ ഇതുവരെ പ്രണയിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഇരിക്കണം. അതങ്ങനെ പറഞ്ഞാലും നിങ്ങളത് പറഞ്ഞാലും നിങ്ങളുടെ പാർട്ട്ണർക്ക് അറിയാം അങ്ങനെയൊന്നും അല്ല. അത് ഇന്നത്തെ കാലത്തെ കാര്യം അറിയില്ല. പിന്നെ എന്താ പറയുക, ഈ പ്രണയം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രണയിക്കുമ്പോൾ ഈ പ്രണയം ഒന്നിച്ച് പോകും വരെയും നമ്മൾ പാലിക്കേണ്ട കുറേ സംഭവങ്ങളുണ്ട്, ഡിസ്റ്റൻസും കാര്യങ്ങളൊക്കെ. അതൊക്കെ നമ്മൾ എന്തായാലും പാലിക്കണം. അപ്പോൾ പിന്നെ നമുക്ക് കുറേ നാൾ കഴിയുമ്പോൾ അല്ലെങ്കിൽ ഈ പ്രണയം ഒന്നാമത് പോയി കഴിഞ്ഞാലും ആ പാലിച്ച കാര്യങ്ങളോർത്ത് നമുക്ക് സമാധാനിക്കാം. നമുക്ക് ധൈര്യമായിട്ട് തലയെടുത്തി നടക്കാം, അല്ലെങ്കിൽ വിഷമിക്കേണ്ടി വരില്ല. അപ്പം അതൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. പിന്നെന്താ പറയുക, ആരുടെയും ഒരു ട്രാപ്പിൽ വീണ് പോവാതിരിക്കാൻ ശ്രമിക്കുക. നമ്മളെപ്പോഴും നമ്മുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്നവരോട് പോലും ആരോടും പറയരുത് എന്ന് പറഞ്ഞാലും ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഫ്രണ്ട്സിനോടോ അല്ലെങ്കിൽ റിലേറ്റീവ്സിനോടോ അല്ലെങ്കിൽ കസിനോ അല്ലെങ്കിൽ സിബ്ലിങ്സോ ആരാണെങ്കിലും ശരി, ഒരാളോടെങ്കിലും നിങ്ങൾക്കൊരു പ്രണയം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളൊരു റിലേഷനിലായെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനൊരു പ്രപ്പോസൽ എനിക്ക് വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഒരാളോടെങ്കിലും നമ്മൾ പറഞ്ഞിരിക്കണം. ശരിക്കും കുറച്ച് പേരെങ്കിലും അറിഞ്ഞിരിക്കണം. അത് അങ്ങനെ അറിയാതെ പോകുന്ന റിലേഷൻസിലാണ് പിന്നീട് ഒരാളെ ഒഴിവാക്കണമെന്നും അല്ലെങ്കിൽ പുതിയ റിലേഷനിൽ പോകുമ്പോൾ ആ ആളെ ഒഴിവാക്കാൻ പല ആണുങ്ങളും ഓരോ പെൺകുട്ടികളെ കൊണ്ടുപോയി കഴുത്തിൽ ഷാള് വെച്ച് കുരുക്കി കൊന്നു, അല്ലെങ്കിൽ അവളുടെ സ്വർണ്ണമൊക്കെ എടുത്തിട്ട് കൊണ്ടുപോയി ഉപേക്ഷിച്ചു, അല്ലെങ്കിൽ ചെക്കന്മാരെ കൊണ്ടുപോയി കൊന്നു. ഇപ്പൊ ഷാരോൺ കേസിൽ അവന്റെ കസിനെ അറിയായിരുന്നു, മിഥുന്റെ കേസിലും അനൂപിന്റെ കേസിലും അവരെ കസിനോ ഫ്രണ്ട്സിനോ ഒക്കെ കുറച്ച് പേർക്ക് അറിയായിരുന്നു. പക്ഷെ അവർക്ക് അറിയാമെന്ന് പെണ്ണിനെ അറിയില്ല. പക്ഷെ അവ അത് ചെയ്തിരുന്നത് കൊണ്ടും പല കാര്യങ്ങളും അവർക്ക് അറിഞ്ഞിരുന്നത് കൊണ്ടുമാണ് പിന്നീട് ഇതൊക്കെ പുറത്തു വരുന്നത്. അപ്പൊ എപ്പോഴും നമ്മൾ എത്ര ട്രസ്റ്റ് ചെയ്യും എന്നെ വിശ്വസിക്കുക ചക്കര അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞാലും ടു ബി ഫ്രാങ്ക് നമ്മൾ നമ്മുടെ നിഴലിനെ പോലും വിശ്വസിക്കാൻ പറ്റാത്തൊരു കാലാണ്. മനസ്സിലായില്ലേ? നമുക്ക് എന്താ പറയാ, നമുക്ക് നമ്മൾ തന്നെ നമ്മളെ നോക്കിയേ പറ്റൂ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാലോ അത് ഇന്ന പോലെ ആയിരുന്നു അല്ലെങ്കിൽ ഇന്ന കാരണം കൊണ്ടാണ് അത് ഉണ്ടായി, അല്ലെങ്കിൽ ആ ആൾക്ക് മരണം സംഭവിച്ചത് അല്ലെങ്കിൽ കാണാതായത് ഇതാ ഇന്ന പോലെയാണ് എന്നൊക്കെ പറയാനോ അല്ലെങ്കിൽ ഒരാളെ എപ്പോഴും ഉണ്ടാവണം നമ്മൾ. അത് നിങ്ങൾ പ്രണയിക്കുന്നവരാണെങ്കിലും ഒരു റിലേഷനിൽ പോണവരാണെങ്കിലും ഒക്കെ ഉണ്ടാവുക. പിന്നെ ആരെയും ആണിനെയും പെണ്ണിനെയും ആരെയും കണ്ണടച്ച് ദയവ് ചെയ്ത് വിശ്വസിക്കരുത്. ഇന്നത്തെ ഒരു കാലം വെച്ച് ആരെയും വിശ്വസിക്കരുത്. ജനിച്ചു വീഴുന്ന കുഞ്ഞിനെ പോലും ഇന്നും കൂടി ന്യൂസിൽ കണ്ട് ഓവനിൽ വെച്ച്, ഒരു മാസമുള്ള ഉണ്ണീനെ ഓവനിൽ വെച്ച് അതിൻ്റെ അമ്മ പോയി കത്തിക്കരിഞ്ഞ മണം കേട്ടിട്ട് മുത്തച്ഛനെ വന്ന് കഴുത്ത് നെരിച്ച് കൊല്ലുന്നു, കല്ലടിച്ച് കൊല്ലുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു, മറ്റേ ചെയ്യുന്നു, മറിച്ച് നമ്മളെന്നും കേൾക്കുന്ന ന്യൂസുകളിൽ നിന്ന് തന്നെ നമ്മൾക്ക് കാലഘട്ടം മാറി വളരെ ഡേഞ്ചറസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകത്ത്, വളരെ ഭയന്ന് ജീവിക്കുന്ന ഒരു ലോകത്ത് നമ്മൾ ജീവിക്കണ്ടേ. അപ്പോൾ കാതും കണ്ണും ഒക്കെ തുറന്നു വെച്ച് നമ്മൾ ഇരിക്കണം. എന്നാൽ അതിൻ്റെ ഇടയിൽ നമ്മുടെ ഹാപ്പിനെസ്, നമ്മുടെ പ്രണയമാണെങ്കിലും ജീവിതമാണെങ്കിലും റിലേഷൻസ് ആണെങ്കിലും എല്ലാം കൊണ്ടുപോകും വേണം, ലൈഫാണെങ്കിലും കൊണ്ടുപോകണം. അപ്പോൾ ആ ലൈഫിന് സെക്യൂർഡ് നമ്മൾ തന്നെ വേണം നമുക്ക്, അല്ലേ? വാട്ട് നെക്സ്റ്റ്, അല്ലെങ്കിൽ നാളെ എന്ത് സംഭവിക്കും, ഫ്യൂച്ചർ എന്താണെന്ന് നമുക്ക് അറിയില്ല. നമുക്ക് പ്രസന്റിലുള്ള കാര്യങ്ങളെ അറിയുള്ളൂ. ഒരാളും നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഉണ്ടാവാൻ പോകുന്നില്ല, ഒരാളും ഉണ്ടാവില്ല. നമ്മൾ തന്നെയാണ് അതോട്. നല്ലതാണെങ്കിൽ സന്തോഷിക്കുമ്പോൾ ഒരുപാട് പേര് വരും. സങ്കടങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തെറ്റിദ്ധാരണ എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ എല്ലാവരും ഒറ്റപ്പെടുത്തും. തെറ്റാണെങ്കിൽ നമുക്ക് തിരുത്താൻ പറ്റും, പക്ഷെ തെറ്റിദ്ധാരണകൾ നമുക്ക് തിരുത്തി കൊടുക്കാൻ പറ്റില്ല. അത് കാലം തെളിയിക്കണം. കാരണം നമ്മൾ പറയുന്ന കാര്യങ്ങൾ നമ്മൾ പറയുന്ന പോലെ തന്നെ എല്ലാവരും വിശ്വസിക്കണമെന്നില്ല. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് അത് മനസ്സിലാവണം എന്നില്ല. നമ്മൾ എങ്ങനെ എന്ത് പറഞ്ഞു കൊടുക്കണം, എന്തിനാ ഞാൻ ഇവരോടൊക്കെ ഇങ്ങനെ പറയണം, ഇത്രയും കാലമായിട്ട് എന്നെ അവരും തെറ്റിദ്ധരിച്ചില്ലേ, മനസ്സിലാക്കുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ ഇത്രയും വലിയ ന്യായ പീഡ കോടതിയിൽ പോലും തെളിവുകൾക്കും സാക്ഷികൾക്കും ഒക്കെ സ്ഥാനമുള്ളപ്പോൾ പിന്നെ എത്രയോ നിരപരാധികളെ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു, കള്ളന്മാർ പുറത്തിറങ്ങി സ്കൂളായി നടക്കുന്നു. നമുക്ക് തന്നെ അറിയാം, പോലീസുകാർ തന്നെ നമ്മളുടെ അടുത്ത് ഒരുപാട് കേസുകൾ സംസാരിക്കുമ്പോൾ പറഞ്ഞിട്ടുള്ള കാര്യം നമുക്ക് പരിചയമുള്ളവരൊക്കെ
നമ്മൾ സിനിമകളിലാണെങ്കിലും കണ്ടിട്ടും നമുക്ക് നേരിട്ടും അറിയാം. പല കേസിൽ ശിക്ഷയൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയിട്ടായിരിക്കും അത് അന്ന് ആ ശിക്ഷ അനുഭവിച്ചതിന് ശേഷം ആ കേസ് അങ്ങനെയല്ല എന്നൊക്കെ അറിയുന്നുണ്ടാവും. അപ്പം അത്രയേ ഉള്ളൂ. അപ്പം നമുക്ക് സംസാരിക്കാൻ നമ്മളുണ്ടാവുള്ളൂ, നമ്മുടെ നാവേ ഉണ്ടാവുള്ളൂ, നമുക്ക് ചുറ്റും നമ്മുടെ നിഴൽ തന്നെ ഉണ്ടാവുള്ളൂ. ആ നിഴലിനെ പോലും നമ്മൾ ഭയക്കണം. അപ്പോൾ പ്രണയം വളരെ നല്ല വികാരമാണ്. ഒരു ജീവിതത്തിൽ ഒരിക്കൽ പോലും പ്രണയിക്കാത്തവരുണ്ടെങ്കിൽ അവർ നോർമൽ അല്ല എന്നാ പറയാം. ഇതിനോട് വേണേ പ്രണയം തോന്നാൻ ഞാൻ പറഞ്ഞില്ലേ, മഴയെ പ്രണയിക്കുന്നവർ എല്ലാതും ഉണ്ടാവാം. എന്നാലും പ്രണയിക്കുന്ന സമയത്ത് ആ ഒരു ഇതൊക്കെ ആ ഒരു ഫീല് നമുക്ക് പ്രണയിച്ചാൽ തന്നെയാണ് അറിയുള്ളൂ. പക്ഷെ എനിക്ക് അത് അതിര് വിടരുത്, എനിക്ക് അത്രേ പറയാനുള്ളൂ. അതിര് വിടരുത്. എനിക്ക് ഇവിടുത്തെ കുറച്ച് നാളത്തേക്ക് പ്രണയിക്കാൻ ഒരാളാണ്, ഞാൻ ആളോട് തുറന്നു പറയാം. ഞാൻ ഈ ഒരു കൊല്ലത്തെ കോഴ്സ് കഴിഞ്ഞവരുള്ളോട്ടാന്ന് പറയാം. അല്ല, ലൈഫിൽ എനിക്ക് ചേർത്ത് നിർത്തണം, കൊണ്ടുപോകണം, ഞാൻ അതിന് സ്റ്റേബിളായിട്ട് ഞാൻ വരും, അങ്ങനത്തെ ഒരു രീതിയാണെങ്കിൽ ഓക്കെ. നല്ലൊരു ലൈഫും നല്ല പ്രണയങ്ങളും ഫേക്ക് പ്രണയങ്ങളൊന്നും ഇല്ലാതെ നല്ല പ്രണയങ്ങൾ ഉണ്ടാവട്ടെ. നിങ്ങൾ പ്രണയിക്കുന്നവർ സിൻസിയർ ആണെങ്കിൽ അവർ നിങ്ങളെ സ്വന്തമാക്കും. ഒരു വലിയൊരു ഒരാളുണ്ടല്ലോ, ആളുടെ പേര് ഞാൻ മറന്നു. ആൾ പറയില്ലേ, നമ്മൾ ആഗ്രഹിക്കുന്ന ആ ആഗ്രഹം സത്യസന്ധമാണെങ്കിൽ മറ്റേ ലോകം മുഴുവൻ പ്രകൃതി നമ്മളോട് കൂടെ നിൽക്കും എന്ന് പറയില്ലേ, അതിലേക്ക് എത്തിക്കുന്ന സത്യമാണത്. എനിക്കത് നന്നായിട്ട് അറിയാം. അപ്പോൾ എന്താ പറയുക, എന്തായാലും ഈ വാലന്റൈൻസ് ഡേക്ക് എല്ലാവർക്കും താടിയും പൊട്ടും ടോക്സിൻ്റെ വക ഹാപ്പി വാലന്റൈൻസ് ഡേ. എല്ലാവർക്കും ഹാപ്പി വാലന്റൈൻസ് ഡേ. പിന്നെ എൻ്റെ വാലന്റൈൻ വിച്ചുവിനും ഒരു വാലന്റൈൻസ് ഡേ, എൻ്റെ 2 മക്കൾക്കും ഹാപ്പി വാലന്റൈൻസ് ഡേ. അപ്പോൾ എന്താ പറയുക, നമ്മുടെ പുതിയ ചാനലാണ്, 1K സബ്സ്ക്രൈബേഴ്സ് ആവാറായി. അപ്പോൾ ഇന്നത്തെ എൻ്റെ ടോക്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇങ്ങനെ പറഞ്ഞു വരുമ്പോഴുള്ള ഓരോ കാര്യങ്ങൾ പറയുന്നതാണ്. നിങ്ങൾക്കറിയാം, ഞാനിവിടെ ഒന്ന് എഴുതി വെക്കുവോ അല്ലെ അങ്ങനെയൊന്നുമില്ല. ഞാനൊരു കോഫി കുടിച്ച് തീരും വരെയുള്ള ഒരു ടോക്ക്. ഇതാ ഗൈസ്, കുറച്ച് മിനിറ്റ് ഒന്നുകൂടി പറയട്ടെ. എന്താ പറയുക, അപ്പോൾ വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, നമ്മൾ പ്രണയിക്കുന്നവർ മറ്റുള്ള കാര്യങ്ങളൊന്നും ചിന്തിക്കുക, അല്ലെങ്കിൽ നമുക്ക് ചുറ്റും വേറൊരു ലോകം ഉണ്ടെന്ന് ചിന്തിക്കുന്നില്ലാതെ നമ്മൾ നമ്മുടെ ഒരു ലോകത്ത് തന്നെയായിരിക്കും. പ്രണയിക്കുന്നവർ മിക്കവാറും അങ്ങനെയാണല്ലോ, എല്ലാവരും പ്രണയത്തെ അങ്ങനെയാണല്ലോ പറയുന്നത്. നമ്മൾ വേറൊരു ലോകത്തായിരിക്കും. പക്ഷെ വളരെ ലൈഫിനെ സീരിയസ് ആയിട്ട് കാണുന്നവർ അങ്ങനെ ഒരു ഫാൻറ്റസി കാര്യങ്ങളൊന്നും അല്ല. അവർ ലൈഫ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെ പറ്റി തന്നെ നമ്മുടെ പ്രണയിക്കുന്നവരോട് പറയും. ഇങ്ങനെ ആവും ലൈഫ്, ഇങ്ങനെ ആയ എന്ത് ചെയ്യും എന്നൊക്കെ സീരിയസ്ലി ഭയങ്കര മെച്ചോർഡായി സംസാരിക്കുന്നവർ അങ്ങനെയുണ്ട്. അതല്ലാതൊരു ഫാൻറ്റസി വേൾഡിൽ ഇങ്ങനെ ഇങ്ങനെ ചിരിച്ച് കളിച്ച് നടക്കുന്ന ആളുകളുണ്ട്. ഈ പ്രണയിച്ച് അവരൊരു വിവാഹത്തിൻ്റെ ഒരു ഇതിലെത്തുമ്പോൾ, അല്ലെങ്കിൽ പ്രണയം വീട്ടിലറിയുമ്പോൾ, അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ഇവർ തന്നെ പറഞ്ഞിട്ടോ എങ്ങനെയെങ്കിലും പ്രണയം അറിയുമ്പോൾ എല്ലാവരുടെ വീട്ടുകാർക്കും അത് ഉൾക്കൊള്ളാൻ പറ്റിക്കൊള്ളണമെന്നില്ല. പൊതുവെ പ്രണയവിവാഹം എന്ന് പറയുമ്പോൾ തന്നെ വീട്ടുകാർക്ക് പ്രണയം എന്ന് പറയുമ്പോൾ വലിയ താല്പര്യം. ഇന്നത്തെ കാലത്തൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഫാമിലിക്കാർ. കാരണം അവർ ഒരു പരിചയമില്ലാത്ത ഒരു ഗ്ലാസ് ചായയുമായി വരുന്ന ഒരാളുടെ മുമ്പിൽ നിന്ന് ഓക്കെ ഇഷ്ടപ്പെട്ടു കണ്ടു എന്നോർപ്പിക്കാം എന്ന് പറഞ്ഞ് പോകുന്ന ഒരാളുടെ കൂടെ പറഞ്ഞു വിട്ട് ജീവിതകാലം മുഴുവൻ ജീവിക്കുക എന്നതിനേക്കാൾ അവർ തമ്മിൽ ഇഷ്ടപ്പെട്ട് എന്താ പറയുക, മനസ്സിഷ്ടപ്പെട്ട് വീട്ടുകാരും പരസ്പരമൊക്കെ അറിഞ്ഞ് ഒക്കെ കല്യാണം കഴിക്കണമെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ്. എന്നാൽ അതിലും കുറേ നാൾ കഴിഞ്ഞ് പ്രണയിച്ച് കല്യാണം കഴിച്ച് പോയിട്ട് ആ ഫാമിലിയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ഈ പറയുന്ന ചെക്കൻ അവർ പറയുന്നത് കേട്ട് ഈ പെണ്ണിനെ പുറത്താക്കുകയും അല്ലെങ്കിൽ ഈ പെണ്ണിനെ തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കുകയും അല്ലെങ്കിൽ അമ്മയച്ഛനും പറയുന്നത് കേട്ട് നടക്കുകയും ഇതിന് നല്ല പെണ്ണിന് നിനക്ക് കിട്ടുമെന്നൊക്കെ പറയുകയും ചെയ്യുന്ന നമ്മൾ കുറേ ന്യൂസുകൾ കണ്ടിട്ടുണ്ടാവും. ഒരുപാട് പേര് ഭർത്തഗ്രഹത്തിൽ സൂയിസൈഡ് ചെയ്തു അല്ലെങ്കിൽ കൊല ചെയ്യപ്പെട്ടു എന്നൊക്കെ പറയുന്നത് അവരും പ്രണയിച്ച് ജീവിച്ചവരാണ്. പിന്നാലെ നടന്ന് കല്യാണം കഴിച്ചു തരുമോ എന്നൊക്കെ ചോദിച്ച് കല്യാണം കഴിച്ചിട്ടുള്ളവരാണ്. അപ്പം അങ്ങനത്തെ കേസുണ്ട്. അറേഞ്ച്ഡ് മാരേജിലാണെങ്കിലും ലവ് മാരേജിലാണെങ്കിലും രണ്ടിലാണെങ്കിലും അതിൻ്റേതായ സക്സസ്സും ഉണ്ട് ഫെയിലിയറും ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, പ്രണയിച്ച് ഒരാളെ ഇഷ്ടമാണ് കല്യാണം കഴിച്ചു ചോദിക്കുമ്പോൾ പണ്ടത്തെ കാലത്തെ പാരൻസിനൊന്നും പ്രണയത്തിനോട് വലിയൊരു ഇതുണ്ടാവില്ല. കാരണം അവർ ആലോചിച്ച് കണ്ടെത്തി കുടുംബക്കാരും അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സെറ്റപ്പും കാര്യങ്ങളൊക്കെ അറിഞ്ഞ് എല്ലാവരും ആരെങ്കിലുമൊക്കെ അറിയുന്ന ആളുകളൊക്കെ അറിഞ്ഞ് ആ വീട്ടിലേക്ക് കൊടുക്കണം എന്നായിരിക്കും അവർ ആഗ്രഹിക്കുക. അവരുടെ മക്കളുടെ ഭാവി നല്ലൊരു ഫ്യൂച്ചർ ആലോചിച്ചിട്ടാണ് അവരെ തീരുമാനിക്കുന്നത്.
നമ്മൾ സ്വന്തമായിട്ട് എവിടെന്നെങ്കിലും ഒരെണ്ണം കണ്ടെത്തി കൊണ്ടുവരുമ്പോൾ അത് എങ്ങനെയായിരിക്കും, അത് കുറേ നാൾ കഴിയുമ്പോൾ ഇട്ടിട്ട് പോവോ, അല്ലെങ്കിൽ എന്താ പറയുക, അങ്ങനെയൊക്കെ ചിന്തിക്കണ പേടിയൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർ എതിർക്കുന്നവരുണ്ടാവും. ചിലവർ ഞങ്ങൾ ആലോചിക്കാം, അവരെ വീട്ടിൽ പോയിട്ട് ആലോചിക്കാമെന്ന് പറഞ്ഞ് സമാധാനിക്കുന്നവരുണ്ടാവും. ചിലവർ ഒരിക്കലും ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് അലമ്പുണ്ടാക്കുന്നവരുണ്ടാവും. അങ്ങനെ സമ്മതിക്കില്ല എന്ന് കാണുമ്പോൾ വീട്ടുകാർ ഒരിക്കലും എന്തെല്ലാം പറഞ്ഞാലും സമ്മതിക്കില്ല എന്ന് ഉറപ്പാവുമ്പോൾ അത് എന്തിൻ്റെ പേരിലാണെങ്കിലും, അതിപ്പോൾ ഫിനാൻഷ്യൽ സെറ്റപ്പ് രണ്ട് ഫാമിലിയുടെ വേറെ ആയിരിക്കാം, കാസ്റ്റുകൾ വേറെ ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണം കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് വേറെ ആയിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെ എന്തിൻ്റെ കാരണത്തിലാണെങ്കിലും വീട്ടുകാർ സമ്മതിക്കില്ല എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ ഓക്കെ എന്നാൽ നമുക്ക് പോയി രജിസ്റ്റർ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് പോയി വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞ് പോയി കല്യാണം കഴിക്കുന്നവരുണ്ട്. എന്നിട്ട് അവർ ജീവിച്ച് ലൈഫിൽ വരുമ്പോൾ ചിലവർ സക്സസ് ആയി ജീവിച്ചു, ചിലവർ കുറേ കാര്യങ്ങൾ വിഷമങ്ങൾ ബുദ്ധിമുട്ടുകളൊക്കെ നേരിട്ട് അവർക്ക് എന്താ ഒരു സപ്പോർട്ടില്ലാതെ അങ്ങനെ പോകുന്ന എനിക്കറിയാം. എൻ്റെ ഒരു ഫ്രണ്ട്, അയ്യോ എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ അത് കാരണം അങ്ങനെയുള്ളവരുണ്ട്. അവളുടെ ഫാമിലി ഇപ്പോഴും സപ്പോർട്ടായിരിക്കും. അല്ലെങ്കിൽ 2 ഉണ്ണിയോളം അങ്ങടായി ഭയങ്കര കഷ്ടപ്പാടും കാര്യങ്ങളും. അതിൻ്റെ ഇടയിൽ ആ ചെക്കന് വയ്യ ആക്സിഡൻ്റൊക്കെ ആയിട്ടും എന്താ പറയുക, ചെക്കൻ്റെ വീട്ടുകാരും തിരിഞ്ഞു നോക്കിയിട്ടില്ല, പെണ്ണിൻ്റെ വീട്ടുകാരും നോക്കിയില്ല. അങ്ങനത്തെ കേസുകളും ഉണ്ട്. പക്ഷെ ചില ആളുകൾ ഇവരെന്തായാലും ഇത്ര ഇഷ്ടപ്പെട്ടില്ലേ എന്നാൽ വീട്ടുകാർ പോയിട്ട് ആലോചിക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ പോയി ചോദിക്കാം, അവളുടെ വീട്ടിൽ പോയി സംസാരിക്കാം എന്ന് പറഞ്ഞ് സംസാരിച്ച് തീരുമാനം എടുക്കുന്നവരുണ്ട്. അവർ പഠിക്കുകയാണെങ്കിൽ അവർ തുടർന്ന് പഠിക്കട്ടെ, അവരുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമുക്ക് നോക്കാമെന്ന് പറയുന്നവരുണ്ട്. അവനൊരു ജോലി കിട്ടട്ടെ, എന്നിട്ട് നമുക്ക് വേണ്ടപ്പെട്ട രീതി ചെയ്യാമെന്ന് പറയുന്നവരുണ്ട്. അങ്ങനെ 2 രീതിയിലുണ്ട്. കാരണം ഈ പറയുന്ന 2 പേരൻസിൻ്റെ ഭാഗത്തും ഒരു പേടിയുണ്ടാവും. ഇവർ പോയി ജീവിച്ചു കഴിഞ്ഞാൽ എത്രയും ചെറുപ്പം ജീവിച്ചാൽ എങ്ങനെയാവും, അപ്പോൾ അതിൻ്റെ പേരിൽ അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കണ പയ്യനാണ്, അല്ലെങ്കിൽ ജോലി കാര്യങ്ങളൊന്നും സെറ്റിലായി വന്നിട്ടില്ല, അപ്പോൾ അതുകൊണ്ട് ഇവർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ വേണ്ട, ഇത് വേണ്ടെന്നൊക്കെ പറഞ്ഞ് എനിക്കുണ്ടാവും. അത് കേട്ടേ പാത കേൾക്കാത്ത പാത പോയി സൂയിസൈഡ് ചെയ്യുന്ന പെണ്ണുങ്ങളും ചെക്കന്മാരും അത് വേറെ ഉണ്ടാവും. പ്രണയത്തിന് വേണ്ടി 2 ആൾ ഒരുമിച്ച് മരിക്കാമെന്ന് പോയി പറഞ്ഞ് ട്രെയിനിൽ ചാടുന്നവരും പുഴയിൽ ചാടി മരിക്കുന്നവരും തൂങ്ങി കിടക്കുന്നവരും ഒക്കെ ഉണ്ടാവും. അങ്ങനെ പല പല പ്രണയത്തിൽ ഒരുപാട് നല്ല വശങ്ങളും നല്ല ഒരു ഫീലിങ്സ് ഉള്ളപ്പോൾ അത്ര തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ ഇരട്ടി മധുരത്തിനേക്കാൾ ഇരട്ടി കയ്പും ഉള്ള ഒരു ഫീലാണ് ഈ പറയുന്ന പ്രണയം. ഇരട്ടി അപകടങ്ങളും വിഷമങ്ങളും ദുരിതങ്ങളും ദുഃഖങ്ങളും എല്ലാം ഈ പറയുന്ന പ്രണയിച്ചവർക്കും അവരുടെ കുടുംബങ്ങൾക്കും ഉണ്ടാവുന്ന കാര്യങ്ങളുമുണ്ട്. അപ്പം അത് നമ്മൾ പറയാതെ വയ്യ. പിന്നെന്താ പറയുക, പിന്നെ നമ്മുടെ ചാനൽ താടി ഇമ്പോർട്ടൻറ്റ് ടോക്സ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മുടെ 2.0 ആണ്, അത് തന്നെയാണ് ഇപ്പോൾ ടോക്സ് എന്നാക്കിയിരിക്കുന്നത്. പിന്നെ എന്താ പറയുക, ഫോളോ ചെയ്യുക നമ്മുടെ ഇൻസ്റ്റാ പേജും ഫേസ്ബുക്കും താടിയും പൊട്ടും ഒഫീഷ്യൽ. ഓക്കെ, പിന്നെ താടിയും പൊട്ടും ഫാൻ ഗേൾ ഉണ്ട്, താടിയും പൊട്ടുണ്ട്, താടിയും പൊട്ടും ഒഫീഷ്യൽ. നിങ്ങൾ എന്തായാലും ഫോളോ ചെയ്ത് ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും നോക്കുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നമ്മുടെ വീഡിയോസൊക്കെ ഉണ്ടെങ്കിൽ ഷെയർ ചെയ്ത് മറ്റുള്ളവരുടെ കൈകളിൽ എത്തിക്കുക. ഒരുപാട് രസകരമായ ഒരുപാട് കാര്യങ്ങളും ഒക്കെ. ഇതിപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ് അല്ലേ, അപ്പോൾ കുറച്ച് പരിമിതിയും കാര്യങ്ങളൊക്കെ എനിക്കുണ്ട്. ഞാൻ കുറേ ക്രിയേറ്റീവായിട്ട് ചെയ്യാൻ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ ഫുൾ സപ്പോർട്ട് വേണം. പിന്നെ എന്താ പറയുക, അപ്പോൾ അതൊക്കെയാണ് ഞാൻ വീണ്ടും പറയാൻ വന്നത്. അപ്പം നമ്മുടെ മെയിൻ ചാനൽ നിങ്ങൾ കാണുന്നുണ്ടെന്ന് എനിക്കറിയാം, താടിയും പൊട്ടും. നമ്മുടെ താടിയും പൊട്ടും ടോക്സ് കൂടി നിങ്ങൾ സപ്പോർട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. സപ്പോർട്ട് ചെയ്യില്ലേ, കമൻറ്റ് ചെയ്യില്ലേ? എല്ലാവരും കമൻറ്റ് ചെയ്യുക. ഏത് സബ്ജക്റ്റിനെ പറ്റി സംസാരിക്കണം അങ്ങനെയൊക്കെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അത് സജസ്റ്റ് ചെയ്യാം. പിന്നെന്താ പറയുക, അങ്ങനത്തെ ഒരുപാട് വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വരും. എനിക്കും കൂടിയും നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിലാണ് കേട്ടോ ഞാൻ പറയാം. പിന്നെന്താ പറയാൻ പറ്റുന്നത്. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വ്ളോഗ്. നല്ലൊരു ഐസ് വീണ പ്രതീതിയിൽ നല്ലൊരു എന്താ പറയുക, നല്ലൊരു പ്രണയഗാനം ഒക്കെ ആലോചിച്ചുകൊണ്ട് ഞാൻ അല്ലെങ്കിൽ ഒരു പ്രണയഗാനത്തിൻ്റെ 2 വരി ആലപിച്ചുകൊണ്ട് പ്രണയിച്ച് സക്സസ് ആവാത്തവർക്ക് വേണ്ടിയും പ്രണയിച്ച് സക്സസ് ആയവർക്ക് വേണ്ടിയും ലൈഫിൽ പ്രണയിച്ച് ഒന്നായവർക്ക് വേണ്ടിയും ഇനി പ്രണയിക്കാൻ പോകുന്നവർക്ക് വേണ്ടിയും പ്രണയത്തിന് വേണ്ടി ജീവൻ അർപ്പിച്ചവർക്ക് വേണ്ടിയും എല്ലാവർക്കും പാനിക്കായിട്ട് നടക്കുന്നവർക്കും എല്ലാവർക്കും വേണ്ടിയും നിങ്ങളൊന്നുകൊണ്ട് വിഷമിക്കേണ്ട. നിങ്ങൾക്കുള്ള പ്രണയം പാർട്ട്ണറൊക്കെ എവിടെയോ ഉണ്ട് കേട്ടോ. എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് ഈ വാലന്റൈൻസ് ഡേക്ക് ഞാനൊരു പാട്ട് പാടാൻ പോവാണ് ഗൈസ്. എൻ്റെ താടിയും പൊട്ടും പുതിയ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും വേണ്ടിയാണ്. നിങ്ങൾക്ക് അറിയാണ്ട് സൗണ്ട് അറിഞ്ഞിരിക്കും. ഇവിടെ എല്ലാവർക്കും പനി കൊണ്ടുപോകാനും കാര്യങ്ങളായിട്ട് ഇരിക്കുന്നുണ്ട്. എന്നാലും എനിക്കിഷ്ടപ്പെട്ട വൺ ഓഫ്
മെലഡി ലവ് സോങ് ഇൻ മലയാളം. ഭയങ്കര ഇഷ്ടം എനിക്കിതാ. നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നു. കാറ്റോടു മേഘം മെല്ലെ ചൊല്ലി സ്നേഹാർദ്രമേതോ സ്വകാര്യം മായുന്ന സന്ധ്യേ നിന്നെ തേടി ഈറന്നിലാവിൻ പരാഗം എന്നെന്നും നിൻമടിയിലെ പൈതലായി നീ മൂളും പാട്ടിലെ പ്രണയമായി നിന്നെയും കാത്തു ഞാൻ നിൽക്കവേ എത്രയോ ജന്മമായി നിന്നെ ഞാൻ തേടുന്നു. അത്രമേലിഷ്ടമായി നിന്നെ പുണ്യമേ. ദൂരതീരങ്ങളും മുഖതാരങ്ങളും സാക്ഷികൾ എത്രയോ ജന്മമായി നിന്നെ ഞാൻ തേടുന്നു. ഗായ്സ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട പാട്ടാണ് ഗായ്സ് ഇത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട പാട്ടാണ്. എൻ്റെ തൊണ്ട അടഞ്ഞിരുന്നിട്ട് ഞാൻ ഇത്രയും കോൺഫിഡൻസിൽ പാടിയത് എനിക്ക് ഈ പാട്ട് എൻ്റെ ലൈഫിൽ ഒരുപാട് ഇഷ്ടപ്പെട്ട കൊണ്ടാണ് ഗായ്സ്. അപ്പോൾ താടിയും പൊട്ടും ടോക്സ്